بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. മനുഷ്യരെ, തീർച്ചയായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളുമാക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ദൈവത്തിങ്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. തീർച്ചയായും ദൈവം സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ. അവന് നാം രണ്ട് കണ്ണുകളും ഒരു നാവും രണ്ട് ചുണ്ടുകളും ഉണ്ടാക്കി കൊടുത്തില്ലയോ? തെളിഞ്ഞു നിൽക്കുന്ന രണ്ട് പാതകളും അവന് നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ. എന്നിട്ടവൻ ഗമിക്കുവാൻ പ്രയാസമുള്ള ആ മലമ്പാത എന്തുകൊണ്ടവൻ തള്ളിക്കടക്കുന്നില്ല? ആ മലമ്പാത എന്താണെന്ന് നിനക്കറിയാമോ? ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. ഒരു അടിമയെ മോചിപ്പിക്കുകയോ പട്ടിണിയുള്ള നാളുകളിൽ കുടുംബബന്ധമുള്ള ഒരു അനാഥക്കോ കടുത്ത ദാരിദ്ര്യമനുഭവിക്കുന്ന ഒരു സാധുവിനോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യലാണ് ആ പാത തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. അതിനു പുറമെ വിശ്വസിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും വേണം. ഉലൈക അസ്ഹാബുൽ മൈമന. അങ്ങനെ ചെയ്യുന്നവരാകുന്നു വലതുപക്ഷക്കാർ. വല്ലദീന കഫറൂ ബിആയാതിനാ ഹും അസ്ഹാബുൽ മശ്അമ അലൈഹിം നാറും മുസ്വദ. നമ്മുടെ കൽപ്പനകളെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരാരാകുന്നുവോ അവരാകുന്നു ഇടതുപക്ഷക്കാർ. അവരുടെ മേൽ അടച്ചുമൂടിയ നരകാഗ്നിയാണുള്ളത്. സദഖല്ലാഹുൽ അലിയുൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഖില പ്രപഞ്ചങ്ങളുടെയും സൃഷ്ടാവും നിയന്താവുമായ കാരുണ്യവാനായ ദൈവത്തിന് എല്ലാ സ്തുതികളും നേർന്നുകൊണ്ട് തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലോകരക്ഷിതാവായ ദൈവം തമ്പുരാന്റെ കരുണാകടാക്ഷങ്ങൾ നമ്മളിൽ ഏവരിലും വർഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ അതിൽ ഒരുപാട് മതങ്ങളും സമുദായങ്ങളും അതുപോലെ വ്യത്യസ്ത വീക്ഷണക്കാരുമായ ആളുകൾ ഒരുപാടുണ്ട്. ഈ സമൂഹങ്ങൾ തമ്മിലുള്ള അകൽച്ച, അതുപോലെ തെറ്റിദ്ധാരണകൾ എന്നിവ നീക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം പരസ്പരം സഹകരണത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വഴി തെളിയിക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തപ്പെടുന്ന
ഒരു പരിപാടിയാണ് ഈ സ്നേഹസംഗമം. ഈ പരിപാടിയിൽ കാര്യമായിട്ട് 2 പ്രഭാഷണങ്ങളാണ് ഉണ്ടാവുക. അതിനുശേഷം ഈ പ്രഭാഷണങ്ങൾക്ക് ശേഷം സദസ്സിലുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എന്തെങ്കിലുണ്ടെങ്കിൽ അതിൻ്റെ വിശദീകരണം ഇവിടുന്ന് ലഭിക്കുന്നതാണ്. നമ്മൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്, എന്തിനാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്, ആരാണ് നമ്മെ സൃഷ്ടിച്ചത്, അതുപോലെ ഈ പ്രപഞ്ചം നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും സുഖലോലുപതയിൽ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടില്ലാതെ വായുവും വെളിച്ചവും എല്ലാതരം അനുഗ്രഹവും ലഭിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിനു വേണ്ട സംവിധാനം ഇവിടെ ഒരുക്കിത്തന്നത്, എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഒരു പ്രഭാഷണം ഉണ്ടാവുക. അതോടൊപ്പം നമ്മുടെ ഈ ലോക സാഹചര്യം നമുക്കറിയാം, ഒരു വളരെ സങ്കീർണമായ ഒരു ചുറ്റുപാടിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാവപ്പെട്ടവനും മുതലാളിക്കും പശ്ചാത്യനും പൗരസ്ത്യനും ഒന്നും എല്ലാവർക്കും വേവലാതിയാണ്. ഇവിടെ തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരുപാട് ഇസങ്ങൾ, ഒരുപാട് ജീവിത പദ്ധതികൾ, കമ്മ്യൂണിസം, സോഷ്യലിസം പോലെയുള്ള ഒരുപാട് പദ്ധതികൾ ഇവിടെ വന്നുപോയി. അതുപോലെ ഇപ്പോൾ മുതലാളിത്തം ലോകത്തെ ആകെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കെടുതികൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യനിർമ്മിതമായ ഒരുപാട് വ്യവസ്ഥകൾ ഇവിടെ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ കെടുതികളും അതിൻ്റെയൊക്കെ ജീർണതകളും അതിൻ്റെയൊക്കെ വിഷമങ്ങളും നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഒന്ന് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മറ്റൊരു ജീവിത പദ്ധതി എന്താണ്, ഇതിനൊരു പരിഹാരം എന്താണ്? ഈ വിഷമങ്ങൾക്ക് മനുഷ്യൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഈ മനുഷ്യൻ ഇതുപോലെ വിഷമിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ, അവനെ ഈ ലോകത്തും ഭംഗിയായി ജീവിക്കണം. അതുപോലെ ഒരു പരലോകമുണ്ടെങ്കിൽ ആ പരലോകത്തും ഭംഗിയായി ജീവിക്കണം. അപ്പോൾ അതിന് എന്താണ് മാർഗം? ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മുടെ ഈ പ്രഭാഷണങ്ങളിൽ കാര്യമായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഈ പ്രഭാഷണങ്ങൾ ഇവിടെ നിർവഹിക്കുന്നത്, ഒന്നാമത്തെ പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവറുകളാണ്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അസിസ്റ്റന്റ് അമീറാണ്. പ്രമുഖ വാഗ്മിയും എഴുത്തുകാരനും. അദ്ദേഹത്തെ നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നിരവധി കൃതികളുടെ കർത്താവുമാണ് അദ്ദേഹം. ഇതുപോലെയുള്ള 100-ലധികം സ്നേഹസംഗമങ്ങളുടെ കേരളത്തിൽ ഇതുവരെയായി 100-ലധികം സ്നേഹസംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സംഘാടകനും ജീവാത്മാവും പരമാത്മാവും ഒക്കെ അദ്ദേഹത്തെ പറ്റി പറയാം. അദ്ദേഹമാണ് ഇവിടെ കാര്യമായിട്ടുള്ളത്. അതോടൊപ്പം രണ്ടാമതായി വിഷയം അവതരിപ്പിക്കുന്നത് ടി.കെ. ഫാറൂഖ് സാഹിബാണ്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന കൂടിയാലോചനാ സമിതി അംഗമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസിദ്ധീകരണശാലകളിൽ ഒന്നായ IPH-ന്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹം. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് കോഴിക്കോട്, അതിൻ്റെ ഡയറക്ടറാണ് ടി.കെ. ഫാറൂഖ് സാഹിബ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. ഇപ്പോൾ ഇവരാണ് ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുക. വിഷയാവതരണത്തിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സംശയങ്ങൾക്ക്, ഇതുമായി ബന്ധപ്പെട്ട അതുമല്ല അല്ലാത്തതുമായ സംശയങ്ങൾക്കുള്ള മറുപടി, അതിനുള്ള വിശദീകരണം കിട്ടാനുള്ള അവസരമുണ്ടാവും. അപ്പോൾ അതുണ്ടാവും. അതുപോലെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് CP മുഹമ്മദ് ഉമരി സാഹിബാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടിക്ക് വളരെ ബുദ്ധിമുട്ടി വളരെ ദൂരത്തുനിന്നും ഒക്കെ വന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് ഉമരി സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. കരുണാഭാരതിയായ ദൈവം തമ്പുരാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവറുകളെ, IPH-ന്റെ ഡയറക്ടർ, ജമാഅത്തെ ഇസ്ലാമി കൂടിയാലോചനാ സമിതി അംഗം ജനാബ് ടി.കെ. ഫാറൂഖ് സാഹിബ് അവറുകളെ, ജമാഅത്ത് പ്രവർത്തകരുടെ
ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ സഹോദരി സഹോദരന്മാരെ, നമ്മെ എല്ലാവരെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഒരു ഒഴിവ് ദിവസം, ഒരു ഞായറാഴ്ച, നമുക്കെല്ലാവർക്കും പകുതി ദിവസമാണെങ്കിലും ഒന്നിച്ചു ചേരാനും കുറച്ച് കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാനും അന്വേഷിക്കാനും അറിയാനും കൊടുക്കാനും വാങ്ങാനുമൊക്കെ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഏറെ സന്തോഷമായ ഉള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ രാജ്യം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് നാം അഭിമാനം കൊള്ളുന്നു. തീർച്ചയായും വലിയ നേട്ടമാണ്. ശൂന്യാകാശ രംഗത്ത് മാത്രമല്ല, മറ്റ് പല രംഗങ്ങളിലും, ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ നമുക്ക് വലിയ കുതിച്ചുചാട്ടം നടത്താൻ, ലോക രാഷ്ട്രങ്ങളുടെ നിലവാരങ്ങളിലേക്കൊക്കെ എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് നമുക്കൊക്കെ ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ പുരോഗതിയുടെ മറ്റൊരു വശം നമ്മെ ഏറെ ദുഃഖിപ്പിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടി 60 കൊല്ലം കൂടുതലായെങ്കിലും ഈ പുരോഗതിയൊന്നും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷമുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടില്ല. മതങ്ങളുടെ രാജ്യം എന്നാണ് നമ്മുടെ രാജ്യത്തെ അറിയപ്പെടുന്നത്. ലോകത്തുള്ള മിക്കവാറും മതങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തുമുണ്ട്. മതം എന്ന് പറയുന്നത് മനുഷ്യനെ നന്നാക്കാനുള്ളതാണ്. മനുഷ്യനെ സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. അങ്ങനെയാകുമ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ നേടുന്ന ഈ വളർച്ച, ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും ഒക്കെ നാം നേടിക്കൊണ്ടിരിക്കുന്ന ഈ വളർച്ച, ആ വളർച്ചയുടെ മറുഭാഗം സാമൂഹ്യ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലുമൊക്കെ നമുക്ക് നല്ല ഒരു സന്തോഷമായ ഒരവസ്ഥ ഉണ്ടാക്കി തരണമായിരുന്നു. പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണത, നാം ഒരു ഭാഗത്ത് വളർച്ച നേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് സാമുദായികമായി, സാമൂഹ്യമായി വ്യക്തികൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തുകയും പരസ്പരം ശണ്ടയും കലഹവും കൊലയും അക്രമവും അതുപോലെയുള്ള ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോന്ന് സംഭവിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു അത് അവസാനത്തേതാകുമെന്ന്. പക്ഷേ വീണ്ടും കുറച്ചു കഴിയുമ്പോൾ അതിന് തുടർച്ചകൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊക്കെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ ബാഹ്യമായ ആരോ ചെയ്തു കൂട്ടുന്ന, ആസൂത്രണങ്ങൾ നടത്തുന്ന സംഗതികളാണ് എന്ന് നമുക്ക് തോന്നുന്നതാണ്. പക്ഷേ ചില ആളുകളൊക്കെ അതിന് കരുവാക്കപ്പെടുന്നുണ്ടാകാം. ഏതായിരുന്നാലും അങ്ങനെ വന്നു അവസാനം ഇപ്പോൾ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഭീകരമായ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട സിറ്റികളിലൊക്കെ വലിയ വലിയ സ്ഫോടനങ്ങൾ, അവസാനം മുംബൈയിൽ പോലും നടന്ന വലിയ സ്ഫോടനങ്ങൾ. ഈ സ്ഫോടനങ്ങൾ നടന്നതോടുകൂടി വ്യത്യസ്തമായ മറ്റൊരു ചിത്രമാണ് സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ഫോടനങ്ങളുടെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത് മതമാണ്, അല്ലെങ്കിൽ മതത്തിൽ നിന്നുള്ള ആവേശമാണ്, മതത്തിൽ നിന്നുള്ള പ്രചോദനമാണ് എന്ന് എങ്ങനെയോ ഒരു ധാരണ സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ വ്യാപിച്ചിരിച്ചു. നമ്മുടെ വാർത്താമാധ്യമങ്ങൾ, അതുപോലെ തന്നെ ചാനലുകൾ, അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെയും പ്രസ്താവനകളൊക്കെ പരിശോധിച്ചാൽ ഇതിനൊക്കെ പ്രചോദനം ഉൾക്കൊള്ളുന്നത്, ഇതിനൊക്കെ പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് മതങ്ങളിൽ നിന്നാണ്, മതദർശനങ്ങളിൽ നിന്നാണ്. പ്രത്യേകിച്ചും ഇസ്ലാം സമം ഭീകരത, ഇസ്ലാം സമം തീവ്രത എന്ന രൂപത്തിലൊക്കെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ കഷ്ടമാണ്, വലിയൊരു ദുഃഖമാണ്. കാരണം ഒരു മനുഷ്യനെ അവസാനത്തെ അത്താണി അവനെ തത്താക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അവനെ സത്യത്തിലേക്കും നീതിയിലേക്കും അവൻ ആരാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ട ഇത്തരം മതങ്ങളാണ് ഇപ്പോൾ പഴിചാരപ്പെടുന്നത് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എവിടെയാണ് അവനെ ആശ്രയിക്കാനുള്ളത് എന്നുള്ള കാര്യം നമ്മെ ഏറെ ദുഃഖിപ്പിക്കേണ്ടതാണ്. ഇത്തരം ഒരു അവസ്ഥയിൽ എന്താണ് മതം, പ്രത്യേകിച്ച് ഇസ്ലാം എന്താണ്?
അതിന്റെ അടിസ്ഥാനം എന്താണ്? അത് എന്താണ് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ബഹുന്നത സമൂഹത്തിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും എന്ത് ബാധ്യതയാണ് നിർവഹിക്കാനുള്ളത്? ഒന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. കാരണം ആരോ എന്തോ എഴുതിവിടുന്നു, പറയുന്നു, ആ അർത്ഥത്തിലല്ല കാര്യമെന്നുള്ളത് അതിന്റെ വക്താക്കൾ തന്നെയാണ് പറയേണ്ടത്. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് അതിന്റെ അടിസ്ഥാനം, അത് ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, അതിന്റെ കാഴ്ചപ്പാടുകൾ എന്താണ്, ഒരു ബഹുമത സമൂഹത്തിൽ അതിന് എന്ത് ദൌത്യമാണ് നിർവഹിക്കാനുള്ളത്, അതിന്റെ അനുയായികൾ ഏത് വിധമാണ് പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, അല്ലെങ്കിൽ അറിയിക്കേണ്ടതുണ്ട്. മുമ്പ് ഒരു ചിന്തകൻ പറഞ്ഞതുപോലെ ഇത് വാദിക്കാനും ജയിക്കാനുമുള്ളതല്ല, മറിച്ച് അറിയാനും അറിയിക്കാനും ഉള്ള ഒരു വേദിയാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കി വെക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മതങ്ങളെക്കുറിച്ച് ഒരു തെറ്റായ കാഴ്ചപ്പാടുണ്ട്. വളരെ കാലമായി ആളുകളിലുള്ള ഒരു കാഴ്ചപ്പാടാണ്. മതങ്ങൾ എന്ന് പറയുന്നത് ഏത് മതമായിരുന്നാലും ശരി, അത് ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പരിമിതമായ ഒന്നാണ്. അത് അവസാനം ചുരുക്കി മനുഷ്യനും അവന്റെ വ്യക്തി സ്വകാര്യ ജീവിതവും എന്ന ഒരു തലത്തിലേക്ക് മതങ്ങളെ ചുരുക്കിക്കെട്ടുന്ന ഒരവസ്ഥ എങ്ങനെയോ വന്നു ചേർന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതാണോ മതം? അങ്ങനെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഒന്നാണോ ഒരു മതവിശ്വാസം? മതത്തിന് സാമൂഹ്യമായ, ധാർമ്മികമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ വല്ല കാഴ്ചപ്പാടുകളുമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എவ்விதമാണ്. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ മതവിശ്വാസികൾ എങ്ങനെയായിരിക്കണം, ആ മതവിശ്വാസികൾ മറ്റ് മതവിശ്വാസികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് തുടങ്ങിയിട്ടുള്ള അതിന്റെ സാമൂഹ്യ തലങ്ങൾ അതുകൂടി നാം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കും. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ടുള്ള ഒരു അവതരണമാണ് ഇവിടെ നടക്കുക. രണ്ട് തരത്തിലുള്ള അവതരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് ഇസ്ലാമിന്റെ ദാർശനിക തലത്തിലുള്ള അടിസ്ഥാനങ്ങളിൽ ഊന്നിയിട്ടുള്ള ഒരു അവതരണം, രണ്ടതിന്റെ സാമൂഹ്യ തലത്തിൽ ഊന്നിയിട്ടുള്ള മറ്റൊരു അവതരണം. ഈ രണ്ട് അവതരണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ടാകും. നേരത്തെ തന്നെ നമ്മൾ വായിച്ചും പഠിച്ചും കേട്ടും അനുഭവിച്ചും കൊണ്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാം. ഏതു തരത്തിലുള്ള സംശയങ്ങളാണെങ്കിലും ആ സംശയങ്ങൾ ഉന്നയിക്കുവാനുള്ള ഒരു വേദി കൂടി ഇതിനുശേഷം ഇവിടെ ഉണ്ടാകും. അത് എഴുതിയിട്ടോ അല്ലെങ്കിൽ നേർക്കുനേരെ ചോദിച്ചിട്ടോ നമുക്ക് അതിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വളരെ നല്ല ഒരു സംഗമമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇത് വലിയ പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയല്ല. വലിയ പോസ്റ്ററുകൾ, ബാനറുകളും ഒക്കെ വെച്ച് അങ്ങനെയുള്ള ആളുകളെ കൂട്ടിയിട്ടുള്ള ഒരു പരിപാടിയല്ല. മറിച്ച് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ അവരുടെ വ്യക്തിബന്ധങ്ങളിലൂടെ ആണ് ഇതിലേക്ക് ആളുകളെ ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ കൂടിയ ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെയും ഇസ്ലാമിനെയും സംബന്ധിച്ച് തീരെ വിവരമില്ലാത്ത ആളുകളല്ല. ജമാഅത്ത് പ്രവർത്തകരിലൂടെ, ജമാഅത്ത് സാഹിത്യങ്ങളിലൂടെ, മറ്റ് വായിച്ചും പഠിച്ചും ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ചും മുസ്ലിങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളെ സംബന്ധിച്ചും വിവരമുള്ള, അറിവുള്ള ആളുകളാണ്. പ്രത്യേകിച്ചും ഇഫ്താർ മീറ്റുകൾ, പെരുന്നാൾ സുഹൃത്ത് സംഗമങ്ങൾ, ടേബിൾ ടോക്കുകൾ തുടങ്ങിയിട്ടുള്ള വിവിധ പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ് ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ കൂടി വിശാലമായി ഇസ്ലാമിനെ മനസ്സിലാക്കാൻ, വിശദമായി ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിൽ പൊങ്ങിവരുന്ന സംശയങ്ങൾ, അതുപോലെ തന്നെ നാം അഭിമുഖീകരിക്കുന്ന മറ്റ് പ്രശ്നങ്ങൾ, ഇതൊക്കെ ചോദിക്കാനും പറയാനുമുള്ള ഒരു നല്ല അവസരമാണ് എന്ന് മനസ്സിലാക്കി ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് ഈ തുടക്കത്തിൽ ഞാൻ എന്റെ സഹോദരന്മാരോട് ഉണർത്തുന്നത്. ഇനി ഇവിടെ നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വിഷയാവതരണങ്ങളാണ്. അതിൽ ഒന്നാമത്തെ വിഷയം അവതരിപ്പിക്കുന്നത് ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവറുകളാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ ഊന്നി നിന്നിട്ടുള്ള ഒരു അവതരണമായിരിക്കും. അതിനുശേഷമാണ് ടി കെ ഫാറൂഖ് സാഹിബിന്റെ മറ്റൊരു അവതരണം ഉണ്ടാവുക. ഏതായിരുന്നാലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. വളരെ ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഇവിടെ നടക്കുന്ന വിഷയാവതരണമാണ്. അതിനുവേണ്ടി ബഹുമാന്യനായ അസിസ്റ്റന്റ് അമീർ
ജനാബ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയനായ അധ്യക്ഷൻ CP മുഹമ്മദ് ഉമരി സാബ്, ബഹുമാന്യനായ IPH ഡയറക്ടർ TK ഫാറൂഖ് സാബ്, സമാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മിലേവരിലും പ്രപഞ്ചനാഥനായ ദൈവത്തിൻ്റെ അനുഗ്രഹാശിസ്സുകൾ സദാ വർഷിക്കുമാറാവട്ടെ. നമ്മുടെ സ്നേഹപൂർവമായ സൗഹൃദപൂർവമായ ഈ സംഗമത്തിന് സർവശക്തനായ പ്രപഞ്ചനാഥൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കുമാറാവട്ടെ. നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇസ്ലാമും മുസ്ലിങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളം ദീർഘകാലം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രദാനം ചെയ്യുന്ന കമ്മ്യൂണിസത്തെക്കാളേറെ ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇസ്ലാമാണ് എന്ന്, അത് അച്ചടി മാധ്യമമായാലും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളായാലും അവയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമാണ് എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് വാദിക്കാനും ജയിക്കാനും തർക്കിക്കാനും തോൽപ്പിക്കുവാനുമുള്ള ഒരു പരിപാടിയല്ല. അറിയാനും അറിയിക്കാനും പറയാനും കേൾക്കാനും ചർച്ച ചെയ്യുവാനുമുള്ള ഒരവസരമാണ്. ആ അർത്ഥത്തിൽ ഇത് ഉപയോഗപ്പെടുത്തപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതുപോലുള്ള ഒരു ഒഴിവ് ദിനത്തിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയേറെ സഹോദരീ സഹോദരന്മാർ ഇവിടെ ഒത്തുകൂടി എന്നത് ഏറെ സന്തോഷകരമാണ്, ആഹ്ലാദകരമാണ്. നമ്മുടെ ഇതുപോലുള്ള ഒരു ബഹുമത സമൂഹത്തിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഏറെ പ്രശംസാർഹമായ കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സന്നിഹിതരായ സഹോദരീ സഹോദരങ്ങളെ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിൻ്റെ പേരിൽ സ്നേഹപൂർവ്വം, ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ സ്നേഹോഷ്മളമായ അഭിവാദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം അനുസരണം, സമർപ്പണം, സമാധാനം എന്നതാണ്. ഭാഷാപരമായുള്ള ഈ മൂന്ന് അർത്ഥവും ഉൾക്കൊള്ളുന്നതാണ് അതിൻ്റെ സാങ്കേതികമായ ആശയം. ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ച്, ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് വ്യക്തിയിലും സമൂഹത്തിലും രാജ്യത്തും ലോകത്തും മരണാനന്തര ജീവിതത്തിലും സമാധാനം നേടുക എന്നതാണ് ഇസ്ലാം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തും ലോകത്തുമുള്ള ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈശ്വരവിശ്വാസികളാണ്. ഈശ്വരനെ നിഷേധിക്കുന്നവരായി നന്നെ ചെറിയ ന്യൂനപക്ഷമേ ഇന്നു ലോകത്തുള്ളൂ. ചരിത്രത്തിൽ എന്നും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ശക്തിയെയാണ് നാം ദൈവം, ഈശ്വരൻ, അള്ളാഹു, കർത്താവ് എന്നെല്ലാം വിശേഷിപ്പിക്കാറുള്ളത്. ആലോചിക്കുന്ന ഏതൊരു മനുഷ്യനും അറിയാം, നാം ജീവിക്കുന്ന പ്രപഞ്ചവും നാമുമൊക്കെ വളരെ വിസ്മയകരമായ, അത്ഭുതകരമായ സൃഷ്ടി സംവിധാനത്തിന് വിധേയരാണ് എന്ന്. ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം. സാധാരണ പറയാറുള്ളതാണ്, ഏവർക്കും വളരെ വേഗം ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ലോകത്ത് 650 കോടിയോളം മനുഷ്യരുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും തലയിൽ 10,000-കണക്കിന് മുടിയുണ്ട്. അപ്പോൾ 650 കോടി മനുഷ്യരുടെ തലയിൽ എത്ര കോടി മുടിയുണ്ടാകുമെന്ന് നമുക്ക് എണ്ണിത്തീർക്കാൻ സാധ്യമല്ല.
എന്നാൽ ഈ 650 കോടി മനുഷ്യരുടെ തലയിലുള്ള കോടാനു കോടി മുടിയിൽ ഒരു മുടി പോലും നമ്മുടെ തലയിലെ ഒരു മുടി പോലെ ഇല്ല. അവസാനത്തെ സൂക്ഷ്മ പരിശോധനയിൽ, DNA പരിശോധനയിൽ നമ്മുടെ തലമുടി തിരിച്ചറിയുക തന്നെ ചെയ്യും. നമ്മുടെ ശരീരത്തിൽ 10,000 രക്തത്തുള്ളികളുണ്ട്. 650 കോടി മനുഷ്യരുടെ ശരീരത്തിൽ കോടാനു കോടി രക്തത്തുള്ളികളുണ്ട്. അതിൽ ഒരു തുള്ളി ചോര പോലും നമ്മുടെ ശരീരത്തിലെ ഒരു തുള്ളി രക്തം പോലെ ഇല്ല എന്നത് വിസ്മയകരമായ, അതോടൊപ്പം അനിഷേധ്യമായ ഒരു വസ്തുതയാണ്. നമുക്കൊക്കെ നമ്മുടെ കൈവിരലുണ്ട്. വളരെ ചെറുതാണ് നമ്മുടെ കൈവിരൽ. ലോകത്തിലെ 650 കോടി മനുഷ്യർക്ക് മാത്രമല്ല, ഈ ഭൂമിയിൽ മനുഷ്യവാസം ആരംഭിച്ച മുതൽ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ തലമുറകളിലെയും എണ്ണിയാലൊടുങ്ങാത്ത ജനകോടികളുടെ എണ്ണിയാലൊടുങ്ങാത്ത കൈവിരലുകളിൽ ഒരു കൈവിരൽ പോലും നമ്മുടെ കൈവിരൽ പോലെ ഉണ്ടായിട്ടില്ല. ഇനി ലോകാവസാനം വരെ ഉണ്ടാവുകയില്ല എന്നതും നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ നാം കൈവിരൽ അടയാളം രേഖയായി ഉപയോഗപ്പെടുത്താറുള്ളത്, തെളിവായി ഉപയോഗപ്പെടുത്താറുള്ളത്. ഇത്ര അത്ഭുതകരമായ വിധമാണ് നാം ജീവിക്കുന്ന പ്രപഞ്ചത്തിലും നമ്മിലുമൊക്കെ വിസ്മയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്ന് ആലോചനാശേഷിയുള്ള ഏതൊരാളും സമ്മതിക്കും. ഈ പ്രപഞ്ചത്തെയും അതിൽ മനുഷ്യനെയും ഇങ്ങനെ സൃഷ്ടിച്ചത് ഏതൊരു ശക്തിയാണോ അവൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, സംരക്ഷിക്കുന്നത്. സൃഷ്ടികർമ്മം പോലെ തന്നെ ഇത് ഓരോന്നിലുമുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഓരോ അംശങ്ങളിലുമുണ്ട്. നമുക്കൊക്കെ അറിയാമല്ലോ, നമുക്ക് 2 കണ്ണുണ്ട്. അപ്പോൾ 650 കോടി മനുഷ്യർക്ക് എത്ര കണ്ണുണ്ട്? 1300 കോടി കണ്ണുകളില്ലേ? ആ കണ്ണിൽ ഒരു കണ്ണുപോലും നമ്മുടെ കണ്ണുപോലെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് പരിഷ്കൃതമായ വിമാനത്താവളങ്ങളിലെല്ലാം ഇപ്പോൾ യാത്രക്കാരുടെ അടയാളം രേഖപ്പെടുത്താൻ കണ്ണിൻ്റെ കമ്പ്യൂട്ടർ ചിത്രമാണ് എടുത്തു വെക്കാറുള്ളത്. ഇത് നമ്മുടെ കാലഘട്ടത്തിലെ 1300 കോടി കണ്ണുകളുടെ മാത്രം അവസ്ഥയല്ല. മനുഷ്യാരംഭം മുതൽ ഇതുവരെ ഉണ്ടായ ഒരൊറ്റ മനുഷ്യന്റെ കണ്ണും നമ്മുടെ കണ്ണുപോലെയില്ല, ഇനി ലോകാവസാനം വരെ ഉണ്ടാവുകയുമില്ല. ഇவ்விധം അത്ഭുതകരമായി നമ്മയും നാം ജീവിക്കുന്ന പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിനും ഇടപെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ കേരളീയരായ ആളുകൾ ദിനം പ്രതി 1000കണക്കിന് ആടുകളെ അറുത്ത് ഭക്ഷിക്കാറുണ്ട്. പക്ഷെ ആരും ഇവിടെ നായ്ക്കളെ അറുത്ത് തിന്നാറില്ല. എന്നാൽ ആടുകൾ ഉണ്ടാകുന്നത് പോലെ ഈ രാജ്യത്ത് നായ്ക്കളെങ്ങാനും പെറ്റുവരികയാൽ എന്താകുമായിരുന്നു ഈ ഭൂമിയുടെ അവസ്ഥ? നമ്മൾ ദിനം പ്രതി 10,000കണക്കിന് കോഴികളെ അറുത്ത് തിന്നാറില്ലേ? ആരെങ്കിലും കാക്കകളെ അറുത്ത് തിന്നാറുണ്ടോ? കോഴികൾ ഉണ്ടാകുന്നത് പോലെ കാക്കകളെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ കോഴികൾക്ക് വല്ല രക്ഷയും ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ചത്തിന്റെ നിർമ്മാണത്തിൽ മാത്രമല്ല, അതിൻ്റെ സംരക്ഷണത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. വലിയ ആൽമരം, പക്ഷെ അതിൻ്റെ കായ വളരെ ചെറുതാണ്. നമ്മുടെ നാട്ടിലുള്ള മത്തൻ്റെ വള്ളി, ചെരങ്ങ വള്ളിയിലൊക്കെ വലിയ കായ. അതിനനുസൃതമായി എങ്ങാനും ആൽമരത്തിന് കായ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ ചുവട്ടിലൂടെ ആർക്കെങ്കിലും വഴി നടക്കാൻ കഴിയുമായിരുന്നോ? ഇല്ലെന്നറിയാത്ത ആരുമില്ലല്ലോ. ഇவ்விധം അത്ഭുതകരമായി ഈ പ്രപഞ്ചത്തെ ഏതൊരു ശക്തിയാണോ സംവിധാനിച്ചിട്ടുള്ളത്, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവനെയാണ് നാം, ആ ശക്തിയാണ് നാം ദൈവം, ഈശ്വരൻ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ജീവിതത്തിന് 2 വശമുണ്ടല്ലോ. ഒന്ന് നമുക്ക് സ്വയം തിരഞ്ഞെടുക്കാൻ സാധ്യതയും സ്വാതന്ത്ര്യവുമുള്ള ജീവിതവശം. മറ്റൊന്ന് അതില്ലാത്ത വശം. നമ്മുടെ നാട്, നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ച് നാം ആരും സ്വയം ആഗ്രഹിച്ചോ തിരഞ്ഞെടുത്തോ തീരുമാനിച്ചോ അല്ലല്ലോ. നമ്മുടെ അച്ഛനും അമ്മയും ആരാകണമെന്ന് നമ്മളല്ലോ തീരുമാനിച്ചത്. നമ്മൾ നീണ്ടവരാകണമോ, കുറിയവരാകണമോ, വെളുത്തവരാകണമോ, കറുത്തവരാകണമെന്നോ, മലയാളിയാകണമോ, തമിഴനാകണമോ, 10ാം നൂറ്റാണ്ടുകാരനാവണമോ, 21ാം നൂറ്റാണ്ടുകാരനാവണമോ എന്നൊന്നും തീരുമാനിച്ച് നമ്മളല്ലല്ലോ. അപ്പോൾ നമുക്ക് സ്വയം തീരുമാനിക്കാൻ സാധ്യതയും സ്വാതന്ത്ര്യവും ലഭിക്കാത്ത ഒരുപാട് ജീവിത മേഖലകളുണ്ട്. അതേസമയം നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ജീവിത മേഖലകളുണ്ട്. നമ്മൾ എന്ത് തിന്നണം, എന്ത് കുടിക്കണം. നമുക്ക് ചായ കുടിക്കാൻ കഴിയും, ചാരായം കുടിക്കാൻ കഴിയും, കാപ്പി കുടിക്കാൻ കഴിയും, കോള കുടിക്കാൻ കഴിയും, വെള്ളം കുടിക്കാൻ കഴിയും. നമുക്ക് നല്ലത് പറയാൻ കഴിയും. സംഗീതം പോലെ ആളുകൾക്ക് ആസ്വാദ്യകരമായ കാര്യം പറയാൻ കഴിയും. ആളുകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന, കത്തിയെടുത്ത് കുത്തുന്ന പോലെ വേദന ഉണ്ടാക്കുന്ന ക്രൂരമായ വാക്കുകൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് നല്ലതും കാണാൻ കഴിയും, ചീത്തയും കാണാൻ കഴിയും. അഥവാ നമ്മുടെ ജീവിതത്തിന് 2 മേഖലയുണ്ട്. ഒന്ന് നമുക്ക് സ്വയം തിരഞ്ഞെടുക്കാൻ സാധ്യമാകുന്ന ജീവിത മേഖല, മറ്റൊന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പിന് അതീതമായ മേഖല. ആ അതീതമായ മേഖല അഥവാ നമ്മുടെ സ്വയം തീരുമാനത്തിന് വിധേയമല്ലാത്ത നമ്മുടെ ജനനം, മരണം, നമ്മുടെ കാലം, കോലം, നമ്മുടെ രൂപം, നമ്മുടെ ഭാവം, ദേശം, ഭാഷ
ഇതൊക്കെ തീരുമാനിച്ച ദൈവം തന്നെയാണ് നമുക്ക് സ്വയം തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ജീവിത മേഖലകളിലും നിയമങ്ങൾ നൽകേണ്ടത് എന്നതാണ് മൗലികമായ ഒരു യാഥാർത്ഥ്യം. അതിന് കാരണം എന്താണ്? നാം നമ്മുടേതെന്ന് പറയുന്ന പലതും നമുക്ക് യഥാർത്ഥത്തിൽ അവകാശപ്പെട്ടതല്ലോ. ഞാനും നിങ്ങളുമൊക്കെ പറയും എൻ്റെ കൈ എന്ന്. പക്ഷെ കൈ നമ്മുടേതല്ല എന്ന് നമുക്കറിയാം. കൈ നമ്മുടേതാണെങ്കിൽ കൈക്ക് വേദന വരുമോ? മുഖം നമ്മുടേതാണെങ്കിൽ ചുളിയുമോ? വയർ നമ്മുടേതാണെങ്കിൽ ചപ്പുമോ? തലമുടി നമ്മുടേതാണെങ്കിൽ നരക്കുമോ? കൈകാലുകൾ നമ്മുടേതാണെങ്കിൽ മെലിഞ്ഞ് ശോഷിക്കുമോ? നിത്യ യൗവനമല്ലേ എല്ലാവർക്കും ഉണ്ടാവുക? അപ്പോൾ നാം നമ്മുടേതെന്ന് പറയുന്ന ഇതൊന്നും നമുക്ക് പൂർണ്ണമായ നിയന്ത്രണമുള്ള, നമുക്ക് അവകാശമുള്ള, നമ്മൾക്ക് മാത്രം പരമാധികാരമുള്ളവയല്ല ഇവയൊന്നും എന്നർത്ഥം. കാരണം അവയൊന്നും ഉണ്ടാക്കിയത് നമ്മളല്ല. നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. സാധാരണഗതി നമ്മളൊക്കെ പറയും ഞാൻ വീടുണ്ടാക്കിയെന്ന് പറയും, ആശാരി മേശ ഉണ്ടാക്കിയെന്ന് പറയും. പക്ഷെ നമുക്കറിയാമല്ലോ ഈ മേശ അല്ലെങ്കിൽ ഈ സ്റ്റാൻഡ് ഇതുണ്ടാക്കിയത് ആശാരിയല്ലല്ലോ. കാരണം ഇതിനെ മരമുണ്ടാക്കിയത് ആശാരിയല്ല, ഇതിനുപയോഗിച്ച ആണിയുടെ ഇരുമ്പുണ്ടാക്കിയത് ആശാരിയല്ല, ആശാരിയെ തന്നെ ഉണ്ടാക്കിയത് ആശാരിയല്ല. പിന്നെ എങ്ങനെ ആശാരി മേശ ഉണ്ടാക്കുക? നമുക്കറിയാമല്ലോ ആരും ഇവിടെ നിർമ്മാണ പ്രക്രിയ നിർവഹിക്കുന്നില്ല. നമ്മൾ വീടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിലുള്ള കല്ലെടുത്ത് മണലുപയോഗിച്ച് ഈ ഭൂമിയിലെ മരം ഉപയോഗിച്ച് നമ്മൾ രൂപമാറ്റം വരുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളൊന്നും സ്വയം ഉണ്ടാക്കാത്തത് കൊണ്ട് എൻ്റേത് എനിക്ക് മാത്രം അവകാശപ്പെട്ടത് എന്ന് പറയാൻ ഒന്നിൻ്റെ മേലും മനുഷ്യന് അധികാരമില്ല. അവയുടെയൊക്കെ ദാതാവായ ദൈവമുണ്ട്. ആ ദൈവമാണ് അവയൊക്കെ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കരുത് എന്ന് പറയുവാനും കൽപ്പിക്കാനും നിരോധിക്കാനും അധികാരമുള്ളത്. ഒന്നുകൂടി തെളിയിച്ച് പറഞ്ഞാൽ നാം എന്ത് കുടിക്കണം എന്ത് കുടിക്കരുത്, എന്ത് തിന്നണം എന്ത് തിന്നരുത്, എന്ത് കാണണം എന്ത് കാണരുത്, എന്ത് പറയണം എന്ത് പറയരുത്, എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത്, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരാവകാശം പ്രപഞ്ചനാഥനായ പ്രപഞ്ചസൃഷ്ടാവായ ദൈവത്തിന് മാത്രമാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തം. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് വഴിപ്പെട്ടാണ് ജീവിക്കേണ്ടത്. അങ്ങനെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയാം. അതാണ് ദൈവത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ജീവിത മേഖലയിലെല്ലാം ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയാം. അങ്ങനെ അനുസരിച്ച് ജീവിക്കുവാൻ നൽകിയ ജീവിത വ്യവസ്ഥക്കും ഇസ്ലാം എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ നമ്മുടെ മുഴുവൻ ജീവിത മേഖല, നമ്മുടെ തീന്, കുടി, നടത്തം, ഇരുത്തം, കിടത്തം, ഉറക്കം, ഉണർച്ച, സ്വഭാവം, സമീപനം, സമ്പ്രദായം, പെരുമാറ്റം, വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ ജീവിതം, സാമ്പത്തിക മേഖല, സാംസ്കാരിക വ്യവസ്ഥ, ധാർമ്മിക ക്രമം, രാഷ്ട്രീയ ക്രമം, ഭരണ സംവിധാനം എല്ലാം ദൈവം പറഞ്ഞതുപോലെ, ദൈവം കൽപ്പിച്ചതുപോലെ, ദൈവം നിശ്ചയിച്ചതുപോലെ ആയിരിക്കണമെന്നതാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാന സിദ്ധാന്തം. അത് ദൈവം അനുസരിച്ചതുപോലെ ആക്കി തീർക്കുന്നതിനാണ് ഇസ്ലാം എന്ന് പറയുക. നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്, വളരെ ചെറുതാണ്. 10-60 കൊല്ലം ജീവിക്കുന്ന മനുഷ്യൻ പോലും ഒരു 20 കൊല്ലമൊക്കെ ഉറങ്ങിത്തീർക്കും. പിന്നെ ഒരു 10-15 കൊല്ലമൊക്കെ നമ്മുടെ ബാല്യവും ശൈശവവുമായി തീരും. ഒരു 40-45 കൊല്ലം കഴിഞ്ഞാൽ മിക്കവാറും ആളുകൾക്ക് പഞ്ചസാരയിട്ട് ചായ കഴിക്കാൻ പറ്റില്ല, കരിച്ചതും പൊരിച്ചതുമൊന്നും തിന്നാനും പറ്റുകയില്ല. അപ്പോൾ ആസ്വദിക്കാവുന്ന ജീവിതകാലം വളരെ ചെറുതാണ്, ഹ്രസ്വമാണ്. ഈ ചെറിയ ജീവിതത്തിന് വേണ്ടിയാണോ ഈ പ്രപഞ്ചത്തിൽ ഇത്ര അത്ഭുതകരമാം വിധം, ഇത്ര വ്യവസ്ഥാപിതമാം വിധം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്? ആയിരുന്നുവെങ്കിൽ വിരോധമില്ലായിരുന്നു. പക്ഷേ നമ്മൾ വല്ലാത്ത ഒരു അനീതി ഈ ഭൂമിയിൽ കാണുന്നുണ്ട്. ഒരു ഉദാഹരണമായി ജന്മനാ കണ്ണില്ലാത്ത മനുഷ്യൻ അനുഭവിക്കുന്ന വേദന കണ്ണുള്ളവർക്ക് നമുക്ക് മനസ്സാക്കാൻ പ്രയാസമായിരിക്കും. സ്വന്തം അച്ഛനെ കണ്ടിട്ടില്ലാത്ത, അമ്മയെ കാണാൻ അവസരം ലഭിച്ചില്ലാത്ത, തൻ്റെ പ്രിയപ്പെട്ടവളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനെ കാണാൻ അവസരം ലഭിച്ചില്ലാത്ത, തൻ്റെ ഓമന മക്കളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ണു തുറന്ന് കാണാൻ അവസരം ലഭിച്ചില്ലാത്ത, സ്വന്തം ശരീരം പോലും കാണാൻ അവസരം ലഭിച്ചില്ലാത്ത, സസ്യശ്യാമള കോമളമായ മനോഹരമായ ഈ പ്രകൃതിയെ ഒരു നോക്ക് കണ്ട് ആസ്വദിക്കാൻ അവസരം ലഭിച്ചില്ലാത്ത നിസ്സഹായനായ ജന്മനാ കണ്ണ് കാണാത്ത മനുഷ്യൻ അനുഭവിക്കുന്ന ജീവിത വേദനകൾക്ക്, ജീവിത പ്രയാസങ്ങൾക്ക് എവിടെയാണ് ഒരു പരിഹാരമുള്ളത്? കണ്ണുള്ള മനുഷ്യരുണ്ട്, കണ്ണില്ലാത്ത മനുഷ്യരുണ്ട്. കൈകാലുകൾ ഉള്ള മനുഷ്യരുണ്ട്, ഇല്ലാത്ത മനുഷ്യരുണ്ട്. പ്രതിഭാശാലികളായ ആളുകളുണ്ട്, സാമാന്യ ബുദ്ധികളായ ആളുകളുണ്ട്, മന്ദബുദ്ധികളായ ആളുകളുണ്ട്, നിത്യരോഗികളായ ആളുകളുണ്ട്, ആരോഗ്യവാന്മാരുണ്ട്, കരുത്തന്മാരുണ്ട്, ദുർബലരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പാമരരുണ്ട്, പണക്കാരുണ്ട്, പാവങ്ങളുണ്ട്. ഇത് വല്ലാത്ത വിവേചനമല്ലേ?
വല്ലാത്ത അനീതിയല്ലേ, വല്ലാത്ത ക്രൂരതയല്ലേ? 650 കോടി മനുഷ്യർക്ക് 650 കോടി മുഖഭാവവും കൈവിരലുകളും തലമുടിയും രക്തത്തുള്ളികളും കണ്ണുകളുമൊക്കെ നൽകിയ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഇത്ര ക്രൂരനാണോ? ഇത്ര വിവേചനം കാണിക്കുന്നവനാണോ? ഇത്ര കൊള്ളരുതാത്തവനും വൃത്തികെട്ടവനുമാണോ? മരണശേഷം ഒരു ജീവിതമില്ല എങ്കിൽ ദൈവം കൊള്ളരുതാത്തവനും വൃത്തികെട്ടവനും വളരെ വിവേചനം കാണിച്ചവനുമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ മതം പറയുന്നു അങ്ങനെയല്ല. ഓരോരുത്തർക്കും ലഭ്യമായ സാധ്യതകൾ അനുസരിച്ചാണ് അവിടെ ബാധ്യതകൾ. കണ്ണുള്ളവന്റെ അത്ര ബാധ്യത കണ്ണില്ലാത്തവനില്ല. കൈകാലുകൾ ഉള്ളവന്റെ അത്ര ബാധ്യത അതില്ലാത്തവനില്ല. അതുപോലെ തന്നെ പ്രതിഭാശാലിയുടെ അത്ര ബാധ്യത സാമാന്യ ബുദ്ധിക്കില്ല. സാമാന്യ ബുദ്ധിയുടെ അത്ര തന്നെ ബാധ്യത മന്ദബുദ്ധിക്കില്ല. ആരോഗ്യവാന്റെ അത്ര ബാധ്യത രോഗിക്കില്ല. കരുത്തന്റെ അത്ര ബാധ്യത ദുർബലനില്ല. പണ്ഡിതന്റെ അത്ര ബാധ്യത പാമരനില്ല. ആണിന്റെ അത്ര ബാധ്യത പെണ്ണിനില്ല. പെണ്ണിന്റെ ബാധ്യത ആണിനില്ല. ഓരോരുത്തർക്കും ലഭ്യമായ സാധ്യതയും സ്വാതന്ത്ര്യവും അനുസരിച്ചാണ് അവിടെ ബാധ്യതകളുള്ളത്. ആ ബാധ്യതകൾ യഥാവി നിർവഹിച്ചാൽ ശാശ്വതമായ അനശ്വരമായ മരണാനന്തര ജീവിതം രക്ഷയുള്ള സുഖകരമായ സന്തോഷമുള്ള സംതൃപ്തമായ ഒന്നായിരിക്കും. അഥവാ ഈ ബാധ്യതകൾ പൂർത്തീകരിക്കാതെ നിരുത്തരവാദപരമായ ജീവിതം നയിച്ചാൽ മരണശേഷമുള്ള ശാശ്വതമായ ജീവിതം ദുഃഖപൂർണമായിരിക്കും, ശിക്ഷ ഉള്ളതായിരിക്കും, അത് പ്രയാസകരമായിരിക്കും എന്നർത്ഥം. അതിനാൽ ദൈവം ആരോടും അനീതി കാണിക്കുന്നില്ല. അല്ല എങ്കിൽ നിങ്ങൾ ഓർത്തു നോക്കൂ, വിമാനവും കാറുമുള്ള നമ്മുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ അപേക്ഷിച്ച് 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മനുഷ്യനോട് ദൈവം വളരെ ക്രൂരത കാണിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? നമ്മൾ അനുഭവിക്കുന്ന ജീവിത സൗകര്യങ്ങളില്ലാത്ത എത്ര ജനകോടികളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ അങ്ങനെയല്ല ദൈവം. ദൈവം ദയാമയനായതോടൊപ്പം തന്നെ നീതിമാൻ കൂടിയാണ്. അതുകൊണ്ടാണ് വേദഗ്രന്ഥത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ദൈവത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അവൻ പരമകാരുണികനാണ്, ദയാമയനാണ്. അതോടൊപ്പം അവൻ വിധി ദിനത്തിന്റെ വിധി നാളിന്റെ ഉടമയാണ്. അഥവാ മനുഷ്യന്റെ കർമ്മഫലം നൽകുന്ന നാളിന്റെ ഉടമയാണ്. അതിനാൽ ഭൂമി കർമ്മങ്ങളുടെ ഇടമാണ്. ഇവിടെ കർമ്മഫലം നമ്മൾ അനുഭവിക്കുന്നില്ല. അനുഭവിക്കാൻ നമ്മുടെ ഹ്രസ്വമായ ജീവിതം മതിയാവുകയില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിടാൻ വേണ്ടി വന്നത് ഏതാനും മിനിറ്റുകളാണ്. പക്ഷെ അതിന്റെ ദുരന്തം ഇന്നും ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും നിസ്സഹായരായ മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ആ ബോംബിട്ട മനുഷ്യൻ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ചെയ്ത പ്രവർത്തനത്തിന്റെ ദുരന്തം തലമുറകളായി അംഗവൈകല്യത്തോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളും അവിടെ അച്ഛനമ്മമാരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് കർമ്മഫലം അനുഭവിക്കുവാൻ നമ്മുടെ ഈ ജീവിതം നമുക്കൊരിക്കലും പര്യാപ്തമല്ല. നിങ്ങൾക്കറിയാം, ഒരാൾ എന്നെ കൊന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവൾ കൊതിച്ചു പോകും, എൻ്റെ ജീവിത പങ്കാളിയെ കൊന്നവനെ ശിക്ഷിക്കണമെന്ന്. എൻ്റെ അനാഥരാകുന്ന കുട്ടികൾ ആഗ്രഹിച്ചു പോകും, ഞങ്ങളുടെ അച്ഛനെ കൊന്നവനെ ശിക്ഷിക്കണമെന്ന്. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയാൽ പോലും നിങ്ങൾ ഓർത്തു നോക്കൂ, അത് നീതി നടപ്പായി എന്നതേക്കുറിച്ച് പറയുക സാധ്യമല്ല. കാരണം എന്നെ കൊന്നവനെ കൊന്നതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് ജീവിത പങ്കാളിയെ കിട്ടുകയില്ല, എൻ്റെ അമ്മയ്ക്ക് മകനെ കിട്ടുകയില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ കിട്ടുകയില്ല. അതുകൊണ്ട് ഒരിക്കലും ഭൂമിയിൽ നിഷ്കൃഷ്ടമായ നീതി നടപ്പാക്കുക സാധ്യമല്ല. പിന്നെ എന്തിനാണ് ഈ ശിക്ഷാ സമ്പ്രദായം എന്ന് ചോദിച്ചാൽ, അത് സമാധാനം സ്ഥാപിക്കാനുള്ള ഒരു ഉപാധിയാണ്. ഭൂമിയിൽ ശാന്തിയും സമാധാനം സ്ഥാപിക്കാനുള്ള ഒരു ഉപാധിയാണ്. ഇത് കൊന്നവനെ കൊന്നാലുള്ള സ്ഥിതിയാണ്. എന്നാൽ പട്ടാളെ കൊന്നാളെയോ, ലക്ഷങ്ങളെ കൊന്ന ഹിറ്റ്ലറെയും മുസോളിനെയും ശിക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ? ഹിറ്റ്ലർ ആത്മഹത്യയിലേ ചെയ്ത്. അപ്പോൾ ഇവിടെ നന്മ ചെയ്ത മനുഷ്യന്റെ കർമ്മഫലം അവൻ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്നില്ല, തിന്മ ചെയ്തവന്റെ ശിക്ഷയും അവിടെ അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് കർമ്മഫലം അനുഭവിക്കുന്ന ഒരു ലോകമുണ്ടാകും. അതിനെക്കുറിച്ചാണ് മതങ്ങൾ പരലോക ജീവിതം, മരണജീവിതം എന്ന് പറയുന്നത്. ഇസ്ലാം അതുതന്നെയാണ് രണ്ടാമത്തെ മൗലികമായ ആശയമായി പറയുന്നത്. മനുഷ്യജീവിതം മരണത്തോടെ ഒടുങ്ങുകയില്ല, അത് അവിരാമം തുടരുന്നു. മനുഷ്യന്റെ ആത്മാവും ശരീരവും തമ്മിൽ വേർപിരിയുന്നു മരണത്തോടുകൂടി. പക്ഷേ ആത്മീയമായ അനുഭവങ്ങളുണ്ട്. അത് ശാരീരിക അനുഭവങ്ങളെക്കാൾ വളരെ ശക്തവും തീവ്രവുമാണ്. ഭൂമിയിൽ പോലും അങ്ങനെയാണല്ലോ. നിങ്ങൾ ഓർത്തു നോക്കൂ, നമുക്ക് ഏറ്റവും രുചികരമായ ആഹാരം അത് പലർക്കും പലതായിരിക്കാം. ചിലർക്ക് കോഴി ബിരിയാണി ആയിരിക്കാം, മറ്റു ചിലർക്ക് മീൻ ബിരിയാണി ആയിരിക്കാം, വേറെ ചിലർക്ക് നല്ല പായസമായിരിക്കാം. ഏറ്റവും രുചികരമായ ആഹാരം നമ്മൾ കഴിച്ചാൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷമുണ്ട്. പക്ഷേ അത് ഏതാനും മിനിറ്റുകളുടെയോ മണിക്കൂറുകളുടെയോ സംതൃപ്തിയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം കഴിച്ചാൽ നമുക്ക് ഏറ്റവും നല്ല സന്തോഷകരമായ ശാരീരിക അനുഭവത്തിന്റെ സന്തോഷവും സംതൃപ്തി നമുക്കുണ്ടാവുക ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രമാണ്. അതേസമയം നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു വീട് തീക്കത്തിയ വീട്ടിൽ ഒരാൾ അകപ്പെട്ടുപോയി.
അയാൾ വെന്ത് മരിക്കാൻ പോകുകയാണ്. നിങ്ങൾ ആ വീട്ടിലേക്ക് ഓടിക്കേറി ആ മനുഷ്യൻ നിങ്ങൾ താങ്ങിയെടുത്ത് രക്ഷപ്പെടുത്തി. അപ്പോഴേക്ക് നിങ്ങളുടെ ശരീരം പൊള്ളി, നിങ്ങളുടെ ശരീരത്തിന് വേദനയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ദുഃഖമാണോ സന്തോഷമാണോ ഉണ്ടാവുക? ഞാൻ ധൈര്യമായി പറയുന്നു, നമുക്കുണ്ടാവുക സന്തോഷമാണ്, സംതൃപ്തിയാണ്. ശരീരത്തിന് വേദനയുണ്ട്, പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മീയമായ അനുഭൂതിയുണ്ട്, നിർവൃതിയുണ്ട്, സന്തോഷമുണ്ട്. ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശാരീരിക വേദനകളിൽ ഒന്നാണ്, പുരുഷനാണ് ഞാൻ, പക്ഷെ പറയാറുണ്ട് ഒരു സ്ത്രീയുടെ പ്രസവവേദനയാണ് എന്ന്. പ്രസവവേദന അനുഭവിക്കുന്ന ഒരു അമ്മയുടെ ശരീരവേദന വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത വിധം വലുതാണെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഒരമ്മ അനുഭവിക്കുന്ന ആത്മസംതൃപ്തി, ആത്മനിർവൃതി മറ്റേതൊരു സന്തോഷത്തെക്കാളും വലുതാണ് എന്നും അതേ അമ്മ തന്നെ പറയുന്നു. ശരീരം വേദനിക്കുമ്പോൾ അനുഭവിക്കുന്ന ആത്മസംതൃപ്തി. അപ്പോൾ ശരീരത്തിന്റെ വേദനയേക്കാൾ ഏറെ നമുക്ക് ശാശ്വതമായി നിലനിൽക്കുക നമ്മുടെ ആത്മീയമായ അനുഭവങ്ങളാണ്. ആ ആത്മാവ് മരണത്തോടുകൂടി നശിക്കുന്നില്ല. അതതിൻ്റെ കർമ്മങ്ങളുടെ അനുഭവം ഏറ്റുവാങ്ങാൻ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ മരണശേഷം നമ്മുടെ ജീവിതം അനശ്വരമായി ശാശ്വതമായി തുടരും. ആ ജീവിതമാണ് നമുക്ക് വിജയകരമായി മാറേണ്ടത്. അതിനാവശ്യമായ കർമ്മമാണ് നമ്മൾ ഭൂമിയിൽ ചെയ്യേണ്ടത്. ദൈവം വാഗ്ദാനം ചെയ്ത സുഖകരമായ മരണാജീവിതത്തിന് ആവശ്യമായ ജീവിതം, കർമ്മജീവിതം ഭൂമിയിൽ നയിക്കണമെന്നാണ് രണ്ടാമതായി ആവശ്യപ്പെടുന്നത്. മൂന്നാമതായി മതം പറയുന്നത് നമുക്ക് ഈ അറിവ് ലഭിക്കണ്ടേ. ഏതാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾ, എന്താണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ, ആരാണ് ദൈവം എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. എങ്ങനെ നമുക്കിതറിയാൻ കഴിയും? നമുക്കൊക്കെ അറിയാമല്ലോ, ഭൗതിക വിജ്ഞാനങ്ങളുടെ ഓരോ ശാഖക്കും ഓരോ മാനദണ്ഡങ്ങൾ വേണം. ഗണിതശാസ്ത്രത്തിൽ നമുക്ക് അരിത്തമെറ്റിക്സ് പഠിക്കണമെങ്കിൽ 4+4=8 എന്നും 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16 എന്നാണ് കിട്ടുക എന്നുമുള്ള തത്വം അംഗീകരിക്കാതെ നമുക്ക് അരിത്തമെറ്റിക്സ് പഠിക്കാൻ സാധ്യമല്ല. ആൾജിബ്ര പഠിക്കണമെങ്കിലോ A+A = 2A, A × A2 ഇത് ഉപയോഗിക്കാൻ നമുക്ക് ആൾജിബ്ര പഠിക്കാൻ സാധ്യമല്ലല്ലോ. നമുക്ക് ജ്യോമിതീയ ശാസ്ത്രം പഠിക്കണമെങ്കിൽ ഒരു വൃത്തത്തിന് 360 ഡിഗ്രിയാണെന്നും ഒരു ത്രികോണത്തിന് 180 ഡിഗ്രിയാണെന്നും അംഗീകരിക്കാൻ നമുക്ക് ജ്യോമിതീയ ശാസ്ത്രം പഠിക്കാൻ കഴിയുകയില്ലല്ലോ. ഈ മാനദണ്ഡം ഉപയോഗിച്ച് നമുക്ക് ഭൂഗർഭശാസ്ത്രം പഠിക്കാൻ പറ്റുമോ? അതുപയോഗിച്ച് നമ്മൾ ശരീരശാസ്ത്രം പഠിക്കാൻ പറ്റുമോ? അതുപയോഗിച്ച് ഗോളാന്തര ശാസ്ത്രം പഠിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഭൗതിക വിജ്ഞാനീയങ്ങളിൽ വ്യത്യസ്തങ്ങളായ ശാഖകൾക്ക് വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ദൈവം, സ്വർഗം, നരകം, മാലാഖമാർ, പിശാചുക്കൾ തുടങ്ങിയ അഭൗതികമായ അറിവ് നേടിയെടുക്കാൻ മനുഷ്യന്റെ വശം വല്ല മാധ്യമവും ഉണ്ടോ? വല്ല ആർജിതമായ മാധ്യമങ്ങളും അവന്റെ വശമുണ്ടോ? ഇല്ല എന്നതല്ലേ വസ്തുത. 4 × 4 ചേർന്നാൽ 8 അതുകൊണ്ട് ദൈവമുണ്ട്. കാക്കയുടെ നിറം കറുപ്പാണ്, അതുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? അല്ലെങ്കിൽ ഇലയുടെ നിറം പച്ചയാണ്, പാലിന്റെ നിറം വെളുപ്പാണ്, അതുകൊണ്ട് സ്വർഗത്തിൽ ഇത്ര നദികളുണ്ട്, അല്ലെങ്കിൽ നരകത്തിൽ ഇത്ര സെൽഷ്യസാണ് ചൂട് എന്ന് പറയുന്ന അർത്ഥമുണ്ടോ? ഒരർത്ഥവും അതിലില്ല. അഥവാ ഈ അറിവ് നേടിയെടുക്കാൻ നമ്മുടെ വശം ഒരു മാനദണ്ഡം ഇല്ല എന്നതാണ് വസ്തുത. നമുക്ക് അതിനാൽ തന്നെ ഈ അറിവ് എങ്ങനെയാണ് ഒരുക്കി വയ്ക്കേണ്ടത്? അവിടെയാണ് ദൈവദൂതന്മാർ, ദൈവത്തിൻ്റെ സന്ദേശവാഹകന്മാർ ഈ അറിവ് നമുക്ക് എത്തിച്ചു തരുന്നു. ദൈവത്തിൽ നിന്ന് നമുക്കൊക്കെ അറിയാം, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമായി ചിലപ്പോൾ ചില അറിവുകൾ ലഭിക്കാറുണ്ട്. നമ്മുടെ സ്വപ്നങ്ങളിലൂടെയൊക്കെ ചിലപ്പോൾ ലഭിക്കാറുണ്ട്. ആ അറിവ് ചിലപ്പോൾ നമുക്ക് ശരിയും തെറ്റുമാവാം. പക്ഷെ തെറ്റാത്ത ദൈവികമായ സന്ദേശങ്ങൾ ലഭിക്കുന്ന, അങ്ങനെ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ ദൈവം മനുഷ്യരാശിക്ക് എത്തിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ആചാര്യന്മാരെയാണ്, സന്ദേശവാഹകരെയാണ്, പ്രവാചകന്മാരെയാണ് ദൈവദൂതന്മാർ എന്ന പേരിൽ നാം അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് ദൈവദൂതന്മാർ മനുഷ്യരാശിയുടെ മാർഗദർശനത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയിലും ചീനയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും ലോകമെങ്ങും ദൈവത്തിൻ്റെ സന്ദേശവാഹകന്മാർ വന്നിട്ടുണ്ട്. ആ സന്ദേശവാഹകന്മാർ എല്ലാവരും മനുഷ്യരാശിയോട് പറഞ്ഞത് ഒന്നു തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ മതങ്ങളിലും മൗലികമായ അടിത്തറകൾ ഒന്നായി മാറുന്നത്. നമുക്കൊക്കെ അറിയാമല്ലോ, പ്രപഞ്ചനാഥനായ ദൈവത്തെ മാത്രം വിളിച്ച് ദൈവത്തോട് മാത്രം പ്രാർത്ഥന നടത്തുന്ന ത്വമേകം ശരണ്യം, ത്വമേകം വരണ്യം, ത്വമേകം ജഗത്ത് കാരണം വിശ്വരൂപം എന്ന ഹൈന്ദവ വേദമന്ത്രവും മുസ്ലിങ്ങൾ ദിനേന നന്ന ചുരുങ്ങിയ 17 തവണ പറയുന്ന ഇയ്യാക്ക നഅ്ബുദു വഇയ്യാക്ക നസ്തഈൻ, ദൈവമേ ഞങ്ങൾ നിനക്ക് മാത്രം വഴിപ്പെട്ട് ജീവിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന പ്രാർത്ഥനയും എങ്ങനെയാണ് യുഗാന്തരങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് അനേകായിരം മൈലുകൾക്ക് അപ്പുറത്ത് ഭാഷയും ദേശവും മാറിയ ശേഷവും എങ്ങനെയാണ് ഒരാശയമായി മാറിയതെന്ന ചോദ്യത്തിൻ്റെ മറുപടി ദൈവം വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ മനുഷ്യരാശിക്ക് അവൻ്റെ ദൂതന്മാരുടെ നൽകിയ സന്ദേശം ഒന്നായതുകൊണ്ടാണ് ഈ ഏകദാനത കാണപ്പെടുന്നത് എന്നർത്ഥം. ഹൈന്ദവതയിലും ക്രൈസ്തവതയിലും ജൂതമതത്തിലും ഇസ്ലാമിലുമൊക്കെ ദൈവം ഏകനാണെന്നും മരണാനന്തര ജീവിതമുണ്ട് എന്നും ഒരേപോലെ പഠിപ്പിക്കുമ്പോൾ ആ
അറിവ് ദൈവത്തിന് ലഭ്യമായതുകൊണ്ടാണ് അതിലെ ഏകദാനത, ഒരേ സ്വഭാവം അവയിലൊക്കെ കാണപ്പെടുന്നത് എന്നർത്ഥം. ഈ ദൈവത്തിൽ നിന്നുള്ള ജീവിത വ്യവസ്ഥ മനുഷ്യരാശിക്ക് എത്തിച്ചു തന്ന ലക്ഷക്കണക്കിന് 1,00,000-ലേറെയൊക്കെ വരുന്ന ദൈവദൂതന്മാരുടെ പരമ്പരയിലെ അവസാന കണ്ണിയാണ് പ്രവാചകനായ മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയിലൂടെയാണ് വിശുദ്ധ വേദഗ്രന്ഥം അവതീർണമായിട്ടുള്ളത്, മനുഷ്യരാശിക്ക് ലഭിച്ചിട്ടുള്ളത്. അഥവാ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലെ 23 വർഷങ്ങളിലൂടെ ലഭ്യമായ ദൈവിക സന്ദേശങ്ങളുടെ സമാഹാരമാണ് ഖുർആൻ. വായിക്കപ്പെടുന്നത്, വായന എന്നീ അർത്ഥമുള്ള ഖുർആൻ എന്ന വേദഗ്രന്ഥം അങ്ങനെ ലഭ്യമായതാണ് എന്നർത്ഥം. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണം. രണ്ടാമത്തേത് അതിൻ്റെ ആധികാരിക വ്യാഖ്യാനവും പ്രായോഗിക ജീവിത മാതൃകയുമായ മുഹമ്മദ് നബിയുടെ ചര്യയാണ്. ഈ രണ്ടുമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ. അവയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് സമൂഹം അഭിമുഖീകരിക്കുന്ന പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഒരു അനുവാദവും പ്രോത്സാഹനവും നൽകുന്നത് കൊണ്ട് കാലാതീതമാം വിധം, ദേശാതീതമാം വിധം വികാസക്ഷമമായ ഒരവസ്ഥ കൂടി അത് സമർപ്പിക്കുന്ന ജീവിത വ്യവസ്ഥക്കുണ്ട്. എന്താണ് ഈ ജീവിത വ്യവസ്ഥ ഭൂമിയിൽ മനുഷ്യന് നൽകുന്നത്? അത് ഒന്ന് മനസ്സിൻ്റെ ശാന്തിയാണ്. നമുക്കറിയാമല്ലോ, ഈ ഭൂമിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമ്മുടെ മനസ്സിന് സമാധാനമാണ്. മനസ്സിന് സമാധാനം നൽകുവാൻ എന്തിനാണ് കഴിയുക? നമ്മുടെ പൂർവ്വന്മാരായ ആളുകൾ അനുഭവിച്ചതിനേക്കാൾ ഒരുപാട് ജീവിത സൗകര്യങ്ങൾ നമുക്കില്ലേ? അവർ പാർത്തിന്ന് പാറപ്പൊത്തിലോ പച്ചകൾ കൊണ്ട് മറച്ചുണ്ടാക്കിയ കൊച്ചു കൂരകളിലോ പുല്ലുമേഞ്ഞ പുരകളിലോ ആയിരുന്നു. നമുക്കിന്ന് ഓടിട്ട വീടുകളുണ്ട്, സുന്ദരമായ സിമന്റ് സൗധങ്ങളുണ്ട്. അവർ സഞ്ചരിച്ചിരുന്നത് കാളപ്പുറത്തോ കാളവണ്ടിയിലോ ആയിരുന്നു. നമുക്ക് കാറും വിമാനവും കപ്പലും ഒക്കെയുണ്ട്. അവർക്ക് നല്ല ചൂടുള്ളപ്പോൾ വിശറി ഉപയോഗിച്ച് വീശേണ്ടിയിരുന്നു. നമുക്ക് നല്ല ഫാനുണ്ട്. അവർക്ക് മെഴുകുതിരി പോലും ഉണ്ടായിരുന്നില്ല. വിറക് കത്തിച്ചോ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചോ വെളിച്ചം കാണേണ്ടിയിരുന്നു. നമുക്ക് വൈദ്യുത വിളക്കുകളുണ്ട്. എന്തെല്ലാം ജീവിത സൗകര്യങ്ങളാണ് നമ്മുടെ അച്ഛന്മാരും മുത്തച്ഛന്മാരും അവരുടെ മുത്തച്ഛന്മാരും അനുഭവിച്ചതിനെ അപേക്ഷിച്ച് നാം ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ജീവിത സൗകര്യങ്ങൾ അവരെക്കാളേറെ നമുക്ക് മനസ്സിന് ശാന്തി നൽകിയിട്ടുണ്ടോ? സമാധാനം നൽകിയിട്ടുണ്ടോ? ഇത് മൗലികമായി നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ചോദ്യമാണ്. നമുക്ക് മനസ്സിന് അന്നത്തെക്കാളേറെ സമാധാനം ലഭിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലൊക്കെ ആത്മഹത്യ കുറഞ്ഞു വരികയല്ലേ വേണ്ടിയിരുന്നത്? പക്ഷെ കേരളത്തിൽ ആത്മഹത്യ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? ദിനം പ്രതി ശരാശരി 100-ലേറെ പേർ ഇവിടെ ആത്മഹത്യക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 30-ലേറെ പേർ ഓരോ ദിവസവും ആത്മഹത്യയിലൂടെ ഈ ലോകത്തോട് വിട പറയുന്നു. അപ്പോൾ മനുഷ്യ മനസ്സുകൾ മുമ്പത്തെക്കാളേറെ അശാന്തമാവുകയല്ലേ ചെയ്യുന്നത്? മനസ്സിന് ശാന്തി ഉണ്ടെങ്കിൽ ജീവിതം ഭദ്രമാണ്. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന കസേരയ്ക്ക് ഏതാണ്ട് ഒരു 200-250 രൂപയായിരിക്കും പരമാവധി വിലയുണ്ടാവുക. നിങ്ങളുടെ മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കസേരയിൽ സ്വൈരമായി ഇരിക്കാൻ കഴിയും. മനസ്സിന് സമാധാനമില്ലെങ്കിൽ 25,000 രൂപയുടെ കസേരയിൽ ഇരുന്നാലും ഇരുത്തം വരികയില്ലല്ലോ, എഴുന്നേറ്റ് പോകേണ്ടി വരില്ലേ? നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടെങ്കിൽ തറയിൽ നമുക്ക് പായ വിരിച്ചാൽ നമുക്ക് കിടന്നുറങ്ങാൻ കഴിയും. നമ്മുടെ മനസ്സിന് ശാന്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ 1.5 ലക്ഷത്തിൻ്റെ കട്ടിലെ പട്ടുമെത്തയിൽ കിടന്നാലും നമുക്ക് ഉറക്കം വരികയില്ല. നമുക്കൊക്കെ അറിയാം, നമ്മുടെ മനസ്സിന് ശാന്തിയാണ് ആവശ്യം. ഈ ശാന്തി നൽകാൻ എന്തിനാണ് കഴിയുക? ഭൗതിക സൗകര്യങ്ങൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ നമ്മുടെ പൂർവ്വന്മാരായ ആളുകൾ അനുഭവിച്ചതിൻ്റെ അനേകം ഇരട്ടി നമുക്ക് മനഃശാന്തി ലഭിക്കേണ്ടിയിരുന്നു. പക്ഷെ അത് ലഭിക്കുന്നില്ല. ഇനി വല്ല ദർശനങ്ങൾക്ക് സാധ്യമാണോ? അങ്ങനെയാണെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദൈവനിഷേധിയായ ദാർശനികനായ നീഷെ, ഞാൻ ഇന്നോളം വായിച്ചതിൽ വെച്ച് ദൈവത്തെ ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞതായി ഞാൻ വായിച്ചത് നീഷയുടെ കൃതികളിലാണ്. ദൈവം ചത്തുപോയിരിക്കുന്നു, ഞങ്ങൾ ദൈവത്തെ കൊന്നിരിക്കുന്നു, ദൈവത്തിൻ്റെ ശവശരീരത്തിൻ്റെ ദുർഗന്ധമാണ് എവിടെയും എന്നാണല്ലോ നീഷ പറഞ്ഞത്. പക്ഷെ ആ നീഷയുടെ വിധി എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ജീവിതത്തിൻ്റെ അവസാനത്തെ 8 കൊല്ലം മുഴുഭ്രാന്തനായി ജീവിക്കാനായിരുന്നില്ലേ നീഷയുടെ വിധി? ദൈവം ചത്തുപോയിരിക്കുന്നു, ഞങ്ങൾ ദൈവത്തെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കാലം കണ്ട മഹാനായ ദാർശനികനായി വിശേഷിപ്പിക്കപ്പെടുന്ന നീഷെ ജീവിതത്തിൻ്റെ അവസാനത്തെ 8 കൊല്ലവും മുഴുഭ്രാന്തനായി അലഞ്ഞു തിരിയാൻ വിധിക്കപ്പെട്ടവനായിരുന്നില്ലേ? കാറൽ മാർക്സിന് ശേഷം കാലം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ദാർശനികനുമല്ലേ അൽത്യൂസർ? ഒരു ദാർശനികനായതുകൊണ്ട് മനഃശാന്തി കിട്ടുമെങ്കിൽ അൽത്യൂസർക്ക് മനഃശാന്തി കിട്ടേണ്ടിയിരുന്നില്ലേ? അൽത്യൂസർ മുഴുഭ്രാന്തനായി മാറുക മാത്രമല്ല, സ്വന്തം ഭാര്യയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ല ഭ്രാന്തനായി മാറുകയല്ലേ അൽത്യൂസർ ചെയ്തത്? സർ ഐസക് ന്യൂട്ടൻ ശാസ്ത്രജ്ഞനല്ലേ? ശാസ്ത്രം മനുഷ്യ മനസ്സിന് ശാന്തി നൽകുമായിരുന്നുവെങ്കിൽ ഐസക് ന്യൂട്ടൻ വിഷാദരോഗിയായി മാറുമായിരുന്നോ? ഐൻസ്റ്റീൻ ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനല്ലേ? അദ്ദേഹം വിഷാദരോഗിയായത് എന്തുകൊണ്ടാണ്? എന്തിനേറെ മനഃശാസ്ത്രത്തിന്റെ പിതാവല്ലേ സിഗ്മണ്ട് ഫ്രോയിഡ്? സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് പോലും മുഴുഭ്രാന്തല്ലെങ്കിലും അർദ്ധഭ്രാന്തും വിഷാദരോഗവുമായി കഴിയുകയല്ലേ ചെയ്തത്?
അപ്പോൾ മനഃശാസ്ത്രത്തിനോ ശാസ്ത്രത്തിനോ മനുഷ്യ മനസ്സുകൾക്ക് ശാന്തി നൽകാൻ സാധ്യമല്ല, ഭൗതിക സൗകര്യങ്ങൾക്ക് സാധ്യമല്ല. അതുപോലെ തന്നെ ഈ സാഹിത്യത്തിന് സാധ്യമാണ്. സാഹിത്യത്തിന് സാധ്യമാണെങ്കിൽ ഞാൻ വായിച്ചിടത്തോളം ഏറ്റവും ധീരനായ കഥാപാത്രത്തിന് ജന്മം നൽകിയത് ഏണസ്റ്റ് ഹെമിംഗ്വേയാണ്. അദ്ദേഹത്തിന്റെ കിഴവനും കടലും എന്ന വിഖ്യാതമായ കൃതിയിലെ സാന്തിയോഗോ എന്ന കഥാപാത്രമുണ്ട്. കടലിലെ തിരമാലകളോട് മല്ലടിച്ച് ധീരമായ പ്രഖ്യാപനം നടത്തിയ സാന്തിയോഗം, ആ സാന്തിയോഗോ എന്ന ധീരനായ കഥാപാത്രത്തിന് ജന്മം നൽകിയ ഏണസ്റ്റ് ഹെമിംഗ്വേ സ്വന്തം മകനോട് പറഞ്ഞിരുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യില്ല. പക്ഷെ ഒരു ദിവസം സ്വന്തം വായിലേക്ക് വെടിവെച്ച് ആത്മഹത്യ ചെയ്യുകയല്ലേ ചെയ്തത് ഏണസ്റ്റ് ഹെമിംഗ്വേ. മനുഷ്യ മനസ്സുകൾക്ക് ശാന്തി നൽകാൻ കഴിയുക എന്താണ്? അവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായി എൻ്റെ ഒരു ജീവിതാനുഭവം, എൻ്റെ ഒരു വായനാനുഭവം പങ്കുവെക്കുന്നത്. വായനാനുഭവം കാറൽ മാർക്സിനെ കുറിച്ചാണ്. കാലം കണ്ട മഹാനായ ദാർശനികനാണല്ലോ കാറൽ മാർക്സ്. അദ്ദേഹത്തിന്റെ ആൺകുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പന്നെ മരിച്ചുപോയി. അവസാനം എഡ്ഗാർ എന്ന കുഞ്ഞാണ് ഉണ്ടായിരുന്നത്. മുഷ് എന്ന ഓമന പേരിലാണ് ആ കുട്ടി അറിയപ്പെട്ടിരുന്നത്. അവസാനം മുഷ് രോഗബാധിതനായി. അപ്പോൾ മാർക്സ് അദ്ദേഹത്തിന്റെ ആത്മമിത്രമായ ഫ്രെഡറിക് ഏംഗൽസിന് എഴുതി, എൻ്റെ കുഞ്ഞ് രോഗബാധിതനാണ്, ഞാൻ എൻ്റെ കുഞ്ഞിന്റെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നില്ല. അവസാനം മുഷ് ലോകത്തോട് ഇവിടെ പറഞ്ഞു. അപ്പോൾ മാർക്സ് വീണ്ടും എഴുതി, ദുഃഖം എന്താണെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥ ദുഃഖം എന്താണെന്ന് അറിയുന്നത് ഇപ്പോൾ മാത്രമാണ്. എൻ്റെ മുഷ് മരണമടഞ്ഞു, എൻ്റെ മുഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്സ് ആ കത്ത് അവസാനിപ്പിക്കുന്നത്. ഇതെൻ്റെ വായനാനുഭവമാണ്. എൻ്റെ ജീവിതാനുഭവം നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂരിലാണ് ഉണ്ടായത്. തൃശ്ശൂരിലെ ഒരു കുടുംബത്തിലെ 5 അംഗങ്ങൾ സേലത്ത് വെച്ചുണ്ടായ ഒരു വാഹനാപകടത്തിൽ ഒരൊറ്റ ദിവസം മരിച്ചു. അത് സിറ്റി സെന്ററിന്റെ ഉടമകൾ കൂടിയായ ആ കുടുംബം ഞാനുമായി അടുത്ത ബന്ധമുള്ളത് കൊണ്ട് ആ കുടുംബനാഥനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആ വീട്ടിലേക്ക് കയറിച്ചു. ആ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ വീട്ടുകാരൻ സാധാരണ എന്നെ വിളിക്കാറുള്ളത് പോലെ ഷെയ്ഖ് സാഹിബേ എന്ന് വിളിച്ച് എന്നെ ആലിംഗനം ചെയ്ത ശേഷം പറഞ്ഞു, അള്ളാഹു നൽകിയ കുട്ടികളെ അള്ളാഹു തിരിച്ചെടുത്തിരിക്കുന്നു, അള്ളാഹു അനുഗ്രഹിച്ചെങ്കിൽ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം, താങ്കൾ പ്രാർത്ഥിക്കണമെന്നായിരുന്നു. കാറൽ മാർക്സിനെ പോലെ കാലം കണ്ട മഹാനായ ദാർശനികൻ, പ്രത്യയശാസ്ത്രത്തിന് ഉപജ്ഞാതാവ്, തന്റെ മകന്റെ മരണവേളയിൽ വേദനയുടെ വേർപാടിന്റെ വേദനകൾ കൊണ്ട് വേവലാതി കൊണ്ട് വിഹ്വലനായി മാറിയപ്പോൾ 5 അംഗങ്ങളെ നഷ്ടപ്പെട്ട കുടുംബനാഥൻ പരലോക വിശ്വാസത്തിന്റെ സാന്നിധ്യത്തിൽ ശാന്തിയുടെ ശാന്തുല തലങ്ങളിലേക്ക് പറന്നുയരുന്ന വിസ്മയകരമായ കാഴ്ചയല്ലേ നമ്മൾ അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നത്. കേരളത്തിന്റെ ഇടതുപക്ഷ ഇടപെടലിന്റെ ശക്തനായ വക്താവാണല്ലോ കെ എന്നോട് പ്രമുഖനായ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, താങ്കൾ ദൈവവിശ്വാസിയാണ്? കെ എൻ പറഞ്ഞു, അല്ല. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവവിശ്വാസി അല്ലാത്തതുകൊണ്ട് താങ്കൾ അനുഭവിക്കുന്ന സൗകര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സൗകര്യവും അനുഭവിക്കുന്നില്ല, മാത്രമല്ല ഒരു പ്രയാസം അനുഭവിക്കുന്നു. മരണപ്പെട്ട വീടുകളിൽ പോകുമ്പോൾ ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ എൻ്റെ വശം വാക്കുകളില്ല. എന്നിട്ട് അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. കുറ്റ്യാടിയിൽ എൻ്റെ കൂട്ടുകാരനായ സൂപ്പി മാസ്റ്റർ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിൽ വെച്ച് കണ്ടു. അദ്ദേഹത്തിന്റെ കുട്ടി കുറ്റ്യാടി പുഴയിൽ പോയി മുങ്ങി മരിച്ചതായിരുന്നു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ എൻ്റെ വശം വാക്കുകളുണ്ടായിരുന്നില്ല. പക്ഷെ സൂപ്പി മാസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ കുട്ടിയെ എനിക്ക് സ്വർഗത്തിൽ വെച്ച് കിട്ടും. എന്നിട്ട് ദൈവവിശ്വാസിയല്ലാത്ത കെ എന്ന് എഴുതുന്നു. എനിക്കും ഒരു സന്തോഷം തോന്നി. എൻ്റെ കൂട്ടുകാരനായ സൂപ്പി മാഷ് അദ്ദേഹത്തെ മരിച്ചുപോയ കുട്ടി സ്വർഗത്തിൽ വെച്ച് കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആശ്വാസം അനുഭവിക്കുന്നതിൽ എനിക്കും ഒരു സന്തോഷം തോന്നി എന്ന് കെ എൻ എഴുതി. എന്നിട്ട് അദ്ദേഹം തുടർന്ന് എഴുതിയ കാര്യമാണ് ഏറെ ശ്രദ്ധേയമായത്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വീരവിപ്ലവകാരിയായ ഭഗത് സിംഗിനെ കുറിച്ചാണ്. ഭഗത് സിംഗിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച് അദ്ദേഹം തൂക്കുമരത്തിന്റെ തണലിൽ ആ പലകയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ദൈവവിശ്വാസിയല്ലാത്ത കെ എൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാനൊരു വിശ്വാസിയായിരുന്നുവെങ്കിൽ എനിക്ക് എന്തൊരാശ്വാസം കിട്ടുമായിരുന്നു എന്നാണ് ഭഗത് സിംഗ് തൂക്കുമരത്തിന്റെ തണലിൽ വെച്ച് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് മനസ്സിന്റെ ശാന്തിയാണ്. എങ്ങനെയാണ് ഈശ്വര വിശ്വാസം മനുഷ്യൻ ശാന്തി നൽകുക? മറ്റൊന്നുമല്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ മരണപ്പെടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം എനിക്ക് നൽകിയ സ്നേഹനിധിയായ പരമകാരുണികനായ ദയാമയനായ ഉദാരനായ ദൈവം എനിക്ക് നൽകിയ എൻ്റെ കുഞ്ഞിനെ ദൈവം തിരിച്ചെടുത്തിരിക്കുന്നു. അഥവാ ഞാൻ എൻ്റെ കുഞ്ഞിനെ എന്നെക്കാൾ സ്നേഹമുള്ള കാരുണ്യമുള്ള വാത്സല്യവാനായ പ്രപഞ്ചനാഥനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ തിരിച്ചേൽപ്പിച്ചിരിക്കുന്നു. ആ ദൈവത്തിന്റെ പാത പിന്തുടർന്ന് ഞാൻ ജീവിച്ചാൽ അതാ സ്വർഗ കവാടങ്ങളിൽ എൻ്റെ മോൻ എന്നെ സ്വാഗതം ചെയ്യാൻ പുഞ്ചിരി തൂകി മനസ്മിതനായി കാത്തിരിക്കുമെന്ന ആശ്വാസത്തിന്റെ സന്ദേശമാണ് മതം നൽകുന്നത് എന്നർത്ഥം. ഞാൻ വാതരോഗത്തിന് അടിപ്പെട്ട് അനങ്ങാൻ കഴിയാതെ വരുമ്പോൾ എനിക്ക് നൽകുന്നൊരു ശാന്തിയുടെ സന്ദേശമുണ്ട്. അതെനിക്ക് ശരീരവും ശരീരത്തിന്റെ അവയവങ്ങളും ആരോഗ്യവും നൽകിയ ദൈവമാണ്. തൽക്കാലം അവൻ എന്നിൽ നിന്ന് തിരിച്ചെടുത്തിരിക്കുന്നു. അത് എന്നെ തീർച്ചയായും ഞാൻ അത് നൽകിയ ദൈവത്തിന് തന്നെ അവൻ തിരിച്ചെടുത്തപ്പോൾ ഞാൻ സമാധാനിച്ചാൽ, ക്ഷമിച്ചാൽ, ദൈവം എനിക്ക് രോഗമില്ലാത്ത, വേദനയില്ലാത്ത, അല്ലലില്ലാത്ത, അലട്ടില്ലാത്ത സ്വർഗം നൽകുമെന്ന വിശ്വാസമാണ് മതം നൽകുന്ന ആശ്വാസത്തിന്റെ സന്ദേശം എന്നർത്ഥം. ഇത് സാമ്പത്തിക നഷ്ടത്തിന്റെ വേളയിൽ, രോഗത്തിന്റെ വേളയിൽ, ഉറ്റവരുടെ മരണവേളയിൽ മതം നൽകുന്ന
മനഃശാന്തിയുടെ സന്ദേശമാണ്. ഈ സന്ദേശത്തിന്റെ അഭാവമല്ലേ ആധുനിക മനുഷ്യന്റെ അശാന്തിയുടെ അടിസ്ഥാനം എന്നൊരു നിമിഷം നിങ്ങൾ ഓർത്തു നോക്കൂ. ലിയോ ടോൾസ്റ്റോയുടെ കിഴവനും കടലും എന്ന വിഖ്യാതമായ കൃതിയിലെ ഒരു ആധുനിക മനുഷ്യനുണ്ട്. ഒരു പൂതലിച്ച മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കുന്ന മനുഷ്യൻ. ആ മരക്കൊമ്പിന്റെ അടിയിൽ ഒരു പൊട്ടക്കിണറ്റിൽ ഒരു സിംഹം ഈ മനുഷ്യനെ നോക്കി ഗർജിക്കുകയാണ്. ആ കിണറിന്റെ കരയിലുണ്ടൊരു കടുവ, അയാളും ഈ മനുഷ്യനെ നോക്കി അലറുകയാണ്. പിടിച്ചു നിൽക്കുന്ന കൊമ്പിന്റെ മുകളിലോട്ട് നോക്കുമ്പോൾ ഒരു വിഷപ്പാമ്പ് ഫണമുയർത്തി നിൽക്കുന്നു. മറുഭാഗത്ത് നോക്കുമ്പോൾ ഒരു വെളുത്തെരിയും കറുത്തെരിയും കൂടി ആ കൊമ്പ് കാർ നിന്നുകയാണ്. അഭയം തേടുവാൻ ഒരു ദൈവമില്ലാത്ത, വിശ്വാസം പ്രതീക്ഷ അർപ്പിക്കുവാൻ ഒരു പരലോകമില്ലാത്ത, മുറുകെ പിടിക്കുവാൻ മൂല്യങ്ങളില്ലാത്ത, തണലേകുവാൻ തത്വശാസ്ത്രങ്ങളില്ലാത്ത, പിന്തുടരുവാൻ പ്രത്യയശാസ്ത്രങ്ങളില്ലാത്ത മനുഷ്യന്റെ നിസ്സഹായതയല്ലേ ഇത് എന്നോർത്ത് നോക്കൂ. അവിടെയാണ് മനുഷ്യൻ ലക്ഷ്യബോധം നൽകുന്നു, ജീവിതത്തിന് വഴി കാണിച്ചു കൊടുക്കുന്നു, അവനെ മനഃശാന്തി നൽകുന്നു, വിശ്വാസം നൽകുന്നു. രണ്ടാമതായി നമുക്കറിയാമല്ലോ വേണ്ട ജീവിതത്തിന്റെ വിശുദ്ധിയാണ്, വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. അത് നൽകുവാൻ എന്തിനാണ് സാധ്യമാവുക? ആധുനിക വിദ്യാഭ്യാസത്തിന് കഴിയുമായിരുന്നുവെങ്കിൽ പഴയ തലമുറ കാലഘട്ടത്തെ അപേക്ഷിച്ച് നമ്മൾ ഏറെ വിശുദ്ധന്മാരാകുമായിരുന്നില്ലേ? അത് വലിയ മാനവികവാദത്തിന് കഴിയുമായിരുന്നുവെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഹ്യൂമനിസ്റ്റായ ബർട്രാൻഡ് റസ്സൽ ലോകത്തിലെ വിശുദ്ധനാകുമായിരുന്നില്ലേ? പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, സ്വന്തം ശിഷ്യനായ TS എലിയറ്റിന്റെ ഭാര്യയെ 4 കൊല്ലക്കാലം സ്വന്തം ഭാര്യയെപ്പോലെ ഉപയോഗിച്ച് അവസാനം ഉപേക്ഷിച്ച് അതിന്റെ പേരിൽ TS എലിയറ്റിന്റെ ഭാര്യ മനോരോഗിയായി മാറി. ആ മനോരോഗം TS എലിയറ്റിന്റെ വിഷാദരോഗമായി മാറിയതിന് ലോകം ചരിത്രം സാക്ഷ്യം വഹിക്കുകയല്ലേ ചെയ്ത്? സ്വന്തം ശിഷ്യന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയെപ്പോലെ 4 കൊല്ലം ഉപയോഗിച്ച ആളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാനവികവാദിയായി അറിയപ്പെടുന്ന, ഹ്യൂമനിസ്റ്റായി അറിയപ്പെടുന്ന ബർട്രാൻഡ് റസ്സൽ എന്നല്ലേ ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നത്? നിങ്ങൾക്കറിയാം, പോൾ ജോൺസന്റെ വിഖ്യാതമായ ഒരു കൃതിയുണ്ട്. അതിന്റെ പേര് ഇന്റലക്ച്വൽസ് എന്നാണ്, ബുദ്ധിജീവികൾ എന്ന് പറയാം, ദിശാശാലികൾ എന്ന് പറയാം. ആ കൃതിയിൽ ആധുനിക ലോകത്തിലെ മഹാന്മാരായ ദിശാശാലികളെയാണ് പരിചയപ്പെടുത്തുന്നത്. അവരുടെ സ്വകാര്യ ജീവിതത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. അതിൽ വിശദീകരിക്കപ്പെട്ട ലിയോ ടോൾസ്റ്റോയ് ഉണ്ട്, ജാൻ പോൾ സാർത്രയുണ്ട്, ആൽബർട്ട് ക്യാമ്യുണ്ട്, അതുപോലെ മാർക്സ് ഉണ്ട്. അങ്ങനെയുള്ള ആധുനിക ഭൗതിക ലോകത്തിന്റെ ദാർശനികന്മാരെയും ചിന്തകന്മാരെയുമാണ്. അവിടെ ആ ജീവചരിത്രം വായിക്കുന്നവർക്കറിയാം, എന്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഏറ്റവും മോശമായ ജീവൻ നയിക്കുന്നവനേക്കാൾ അനേകം ഇരട്ടി മോശമായ ജീവിതമായിരുന്നു വ്യക്തി ജീവിതത്തിൽ അവർ നയിച്ചിരുന്നത്. അപ്പോൾ മനുഷ്യജീവിതത്തെ വിശുദ്ധമാക്കാൻ കഴിയുക എന്തിനാണ്? അവിടെയാണ് ഞാൻ പറയുക, എന്റെ പ്രിയ സുഹൃത്തായ നമ്മുടെ ജില്ലക്കാരനായ C. രാധാകൃഷ്ണൻ ഞാൻ ഉദ്ധരിക്കും. C. രാധാകൃഷ്ണൻ നമ്മുടെ തിരൂരിനടുത്ത ചമ്രവട്ടം സ്വദേശിയാണ്. അദ്ദേഹം പഠിച്ചത് പൊന്നാനി സ്കൂളിലാണ്. എന്നും പൊന്നാനി സ്കൂളിലേക്ക് അദ്ദേഹം പോയിരുന്ന ഒരു തോണിയിലാണ്. ആ തോണിയിൽ ഒരു വെറ്റക്കച്ചവടക്കാരനുണ്ടായിരുന്നു, തിരൂരിലെ വെറ്റക്കച്ചവടക്കാരൻ. അയാളുടെ വശം 2 തരം വെറ്റക്കെട്ടുകളുണ്ടായിരുന്നു. ഒന്ന് തലേന്നാൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കാൻ കഴിയാതെ മടക്കിക്കൊണ്ടുവന്ന വാടിയ വെറ്റയുടെ കെട്ട്, മറ്റൊന്ന് അന്ന് രാവിലെ നുള്ളിയെടുത്ത നല്ല പച്ചപ്പുള്ള തുടുപ്പുള്ള വെറ്റയുടെ കെട്ട്. ഈ 2 കെട്ടും എന്നും ഇങ്ങനെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഒരു ദിവസം 9ാം ക്ലാസ്സുകാരനായ C. രാധാകൃഷ്ണൻ ചോദിച്ചു, അല്ല കാരണവരെ, എന്തിനാണ് നിങ്ങൾ ഈ 2 കെട്ട് വെറ്റില? ഈ വാടിയ വെറ്റ നല്ല വെറ്റയിലേക്ക് അടുക്കി വെച്ചാൽ പോരെ, എന്നാൽ ഒരു കെട്ട് കൊണ്ടുപോയാൽ മതി, നല്ല വിലയും കിട്ടും. അത് അദ്ദേഹം പറഞ്ഞ മറുപടി CR അദ്ദേഹത്തിന്റെ ഗ്രാമ്യമായ ഭാഷയിൽ കുറിച്ചിട്ടുണ്ട്. എന്നാലും മക്കളെ പഠിച്ചോൻ കാണൂലേ, ഓൻ നമ്മളെ വെറുതെ വിടുമോ? എന്നാലും മക്കളെ പഠിച്ചോൻ കാണൂലേ, ഓൻ നമ്മളെ വെറുതെ വിടുമോ? കാലിൽ ചെരുപ്പില്ലാത്ത, ഷർട്ട് ധരിച്ചിട്ടില്ലാത്ത, കീറിപ്പറിഞ്ഞ കല്ലുമുണ്ടെടുത്ത, വെറ്റക്കറയോടുകൂടിയ പല്ലുകളുള്ള നിരക്ഷരനായ ഒരു ഗ്രാമീണന്റെ ജീവിത വിശുദ്ധിയാണ്. അതുകൊണ്ടായിരിക്കാം ലോകം കണ്ട മഹാനായ പണ്ഡിതനായ ഇമാം റാസി എന്നൊരാൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ലൗ മിത്തു മൗതൻ അലാ ഈമാനി അജൂസിൻ, ഒരു കിഴവിയുടെ വിശ്വാസദാർഢ്യതയോടുകൂടി എനിക്ക് മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ത് ഭാഗ്യവാനാകുമായിരുന്നു എന്ന്. ഞാൻ വീണ്ടും KN ഉദ്ധരിക്കട്ടെ. ദൈവവിശ്വാസിയല്ലാത്ത KN പറഞ്ഞു, ഒരിക്കൽ KN അതേ അഭിമുഖത്തിൽ KN പറഞ്ഞു വാൾട്ടേറിനെ കുറിച്ച്. വാൾട്ടേറിന്റെ ഒരു സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. വാൾട്ടേർ പറഞ്ഞു, എന്റെ പാൽക്കാരി മതവിശ്വാസിയാവുന്നതാണ് എനിക്കിഷ്ടം, എന്നാൽ പാലിൽ വെള്ളം ചേർക്കുകയില്ലല്ലോ എന്ന്. എന്റെ പാൽക്കാരി മതവിശ്വാസിയാവുന്നതാണ് എനിക്കിഷ്ടം, എന്നാൽ പാലിൽ വെള്ളം ചേർക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞത് വാൾട്ടേറാണ്. വാൾട്ടേർ പോലെയുള്ള ഒരാളെ അത് പറയാൻ പ്രേരിപ്പിക്കുന്ന ജീവിത വിശുദ്ധിയാണ് രണ്ടാമതായി മതം നൽകേണ്ടത്. പിന്നെ നൽകേണ്ടതും കുടുംബത്തിന്റെ ഭദ്രതയാണ്. അതുകൂടി പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കാം. നമുക്കറിയാം, നമ്മുടേത് ഒരു വ്യാപാരവൽകൃതമായ ലോകമാണ്. കൂട്ടിക്കിഴിച്ച് ലാഭചേതങ്ങൾ നോക്കി, നഷ്ടശിഷ്ടങ്ങൾ നോക്കിയാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വയന്തത്തോട് ചോദിക്കുന്ന ചോദ്യം എനിക്കെന്ത് കിട്ടുമെന്നാണ്. മുമ്പൊക്കെ പറയാറുണ്ട്, എൻ്റെ സഹോദരിമാർ പ്രതിഷേധിക്കരുത്, മുമ്പൊക്കെ പറയാറുണ്ട് ഞാനും എൻ്റെ ഭർത്താവും ഒരു തട്ടാനുമെന്ന്. പക്ഷെ ഭർത്താവും തട്ടാനും വെട്ടിമാറ്റപ്പെട്ടാൽ പിന്നെ ഞാനല്ലേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിന്റെ ഇസം ജ്ഞാനിസമാണ്, അല്ലെങ്കിൽ അവനവനിസമാണ്. അവനവനിസമാണ് ജ്ഞാനിസമാണ്.
അവിടെ നമുക്കറിയാം അച്ഛനും അമ്മയും ഭാരമാണ്. പാശ്ചാത്യ ലോകത്ത് അവർ അഭയസങ്കേതങ്ങളിലാണ്. നമ്മുടെ രാജ്യത്ത് വൃദ്ധസദനങ്ങളിൽ അല്ല എങ്കിൽ പോലും വീട്ടിൽ ആരാണുള്ളതെന്ന് ചോദിച്ചാൽ അവസാനത്തെ മകനും മകളും വേറെ പോയിരിക്കുന്നു. ഒന്നുകിൽ അബുദാബിയിൽ, അല്ലെങ്കിൽ ദുബായിൽ, അതൊന്നുമില്ലെങ്കിൽ മുംബൈയിൽ, അതുമില്ലെങ്കിൽ തിരുവനന്തപുരത്ത്. വീട്ടിൽ ആരാണുള്ളത്? ഞാനും ഭാര്യയും, അല്ലെങ്കിൽ ഞാനും ഭർത്താവും എന്ന് പറഞ്ഞാൽ വൃദ്ധ ദമ്പതികൾ അവരുണ്ടാക്കിയ വീടുകളിൽ തനിച്ച് കഴിയേണ്ടി വരുമ്പോൾ വീടുകൾ തടവറകളെപ്പോലെ മാറുകയല്ലേ ചെയ്യുന്നത്? തങ്ങളുടെ പേരക്കുട്ടികളുടെ കിളിക്കൊഞ്ചൽ കേൾക്കാനും കാണാനും അവസരം നിഷേധിക്കപ്പെടുന്ന മനുഷ്യർ, തങ്ങളുടെ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾക്ക് കാത് കിട്ടാതെ ഏകാന്തത അനുഭവിക്കുന്ന അച്ഛനമ്മമാർ ഈ കാലഘട്ടത്തിന്റെ ദുഃഖങ്ങളുടെ കാണപ്പെടുന്ന രൂപമല്ലേ? അവിടെയാണ് മതം ഇടപെടുന്നത്. ദൈവം വിധിച്ചിരിക്കുന്നു, ദൈവത്തെ വഴിപ്പെട്ട് ജീവിക്കണം, അച്ഛനമ്മമാരോട് നല്ല നിലയിൽ വർത്തിക്കണം. അവർക്ക് പ്രായാധിക്യത്തിന്റെ പാരവശ്യതയിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ അലോസരം ഉണ്ടാവുന്ന ഒരു അക്ഷരം പോലും കുരിയാടരുത്. അനിഷ്കുല്ലി വഴിവായിലേക്കാം. ദൈവത്തോട് നന്ദി കാണിക്കൂ, അച്ഛനമ്മമാരോട് നന്ദി കാണിക്കൂ. അച്ഛനമ്മമാരുടെ പ്രീതിയിലാണ് ദൈവത്തിന്റെ പ്രീതി, അച്ഛനമ്മമാരുടെ കോപ്പത്തിലാണ് ദൈവത്തിന്റെ കോപ്പം. അതുകൊണ്ട് അച്ഛനമ്മമാരെ സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, വാത്സല്യത്തോടെ സംരക്ഷിക്കൂ എന്നാണ്. ഈ മക്കളോട് നിലപാടോ? അതും കച്ചവടവൽക്കരിക്കപ്പെട്ടില്ലേ? കേരളത്തിൽ 1000 പുരുഷന്മാർക്ക് 1052 സ്ത്രീകളുണ്ട്. പക്ഷേ 6 വയസ്സിന് താഴെയുള്ള 1000 ആൺകുട്ടികൾക്ക് 948 പെൺകുട്ടികളല്ലേ ഉള്ളൂ. ബാക്കി പെൺകുട്ടികൾ എവിടെ പോയി എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് നമ്മുടെ രാജ്യത്തെ 7ഉം 8ഉം നിലകളുള്ള ആശുപത്രികളിലെ ഓപ്പറേഷൻ തിയേറ്ററുകളിലെ ഓപ്പറേഷൻ ടേബിളുകളല്ലേ? ഗർഭപാത്രത്തിലുള്ള കുഞ്ഞെന്റെ സഹോദരിമാരും എന്റെ സഹോദരന്മാരും എന്ന് വിഷോട്ട് നോക്കൂ. പ്രബുദ്ധമായ സംസ്കാര സമ്പന്നമായ കേരളത്തിലെ എന്റെ പ്രിയപ്പെട്ട അച്ഛന്മാരും അമ്മമാരും എന്താണ് ചെയ്യുന്നത്? അച്ഛന്റെ ഭ്രൂണത്തിൽ നിന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെട്ടു വന്ന കുഞ്ഞ് 18ഓ 20ഓ കൊല്ലം കഴിഞ്ഞാൽ വരവോ ചെലവോ ലാഭമോ ഛേദമോ നഷ്ടമോ ശിഷ്ടമോ പണവും പണ്ടവും കൊണ്ടുപോകുന്ന പെണ്ണോ കൊണ്ടുവരുന്ന ആണോ എന്ന് ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചു. പണവും പണ്ടവും കൊണ്ടുപോകുന്ന പെൺകുട്ടിയാണെങ്കിൽ പോടി പുറത്ത് എന്നും, ആൺകുട്ടിയാണെങ്കിൽ വളരട്ടെ, പ്രസവിക്കട്ടെ, ജീവിക്കട്ടെ എന്നുമല്ലേ തീരുമാനിക്കുന്നത്. അതുകൊണ്ടല്ലേ 1000 ആൺകുട്ടികൾക്ക് 948 പെൺകുട്ടികളായി മാറിയത്. സ്വന്തം കുഞ്ഞുങ്ങളോട് നിലപാട് പോലും. അവിടെയാണ് പ്രവാചകൻ സ്വന്തം മകനെ ചുംബിക്കാൻ വിസമ്മതിച്ചതിന് നേരെ കർക്കശമായി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്, കുട്ടികളോട് കരുണ കാണിക്കാത്തവരോട് ദൈവം കരുണ കാണിക്കുകയില്ല. ജീവനോടെ കുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയവന്റെ നേരെ ദൈവത്തിന്റെ വിശുദ്ധമായ വചനം ഉന്നയിക്കപ്പെട്ടത് അവിടെയാണ്. ജീവനോടെ ക്രൂരമായി കൊല്ലപ്പെടുന്ന കുഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ വെച്ച് ചോദിക്കപ്പെടും, മോനെ മോളെ നിന്നെ എന്തിനാണ് നിന്റെ അച്ഛനും അമ്മയും കൊന്നതെന്ന്. മറുപടി പറയേണ്ടി വരിക കൊലപാതകത്തിന് നേതൃത്വം നൽകിയ അച്ഛനമ്മമാരാണ്. ദൈവസന്നിധിയിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുന്നവർ, സ്വന്തം ഭ്രൂണത്തെ സ്വന്തം അണ്ടത്തിൽ നിന്നും ഭ്രൂണത്തിൽ നിന്നും രൂപപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ അവസരം നിഷേധിച്ചവർ ദൈവസന്നിധിയിൽ വെച്ച് ആ കുഞ്ഞുങ്ങളുടെ പേര് ചോദ്യം ചെയ്യപ്പെടുന്നു. അങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾക്ക് ഒരു ബന്ധം. പിന്നെ നമുക്കറിയാം ഇണകൾക്കിടയിലുള്ള ബന്ധം, അതും ഇവിടെ കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഭൗതിക ലോകത്ത് പണ്ടവും പണവുമാണല്ലോ അതിന്റെ മാനദണ്ഡം. അവിടെയും മതം ഇടപെടുന്നു. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ദാമ്പത്യത്തിന് അടിസ്ഥാനം സ്നേഹവും കാരുണ്യവുമാണ്. അതുകൊണ്ട് ഭൗതിക ലോകത്ത് ഒന്നും ചേർന്നാൽ രണ്ടാണെങ്കിൽ ഇസ്ലാം വിഭാവന ചെയ്യുന്ന ദാമ്പത്യത്തെ ലോകത്ത് ഒന്നും ചേർന്നാൽ രണ്ടല്ല, ഇമ്മിനി വലിയ ഒന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാളത്തിൽ അനുഗ്രഹീതനായ എഴുത്തുകാരൻ വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ ഖുർആന്റെ 2 വാക്യങ്ങളുടെ ആശയമാണ് ആ മറുപടിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. തന്റെ നിരക്ഷരമായ കഥാപാത്രത്തെ കൊണ്ട് പറയിപ്പിച്ചല്ലോ ഒന്നും ചേർന്നാൽ ഇമ്മിനി വലിയ ഒന്ന് എന്ന്. അത് വിശുദ്ധ വേദഗ്രന്ഥത്തിലെ നിവാസുകൾക്കും മാറ്റും നിവാസുകളുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരുടെ വസ്ത്രമാണ്, പുരുഷന്മാർ സ്ത്രീകളുടെ വസ്ത്രമാണ്. പരസ്പരം ഒഴുകി അലിഞ്ഞ് വേച്ചു ചെയ്യുന്നവരാണ് ദമ്പതികൾ. 2 നദികൾ ചേർന്ന് ഒന്നായി മാറുന്ന പോലെ 2 ജീവിതം ചേർന്ന് ഒന്നായി മാറുന്ന സ്നേഹ കാരുണ്യ വാത്സല്യ വികാരങ്ങളാൽ കൂട്ടിയിണക്കപ്പെടുന്നതായിരിക്കണം ദാമ്പത്യം. അവളെ കിട്ടിയാൽ എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്ന ഗണിതശാസ്ത്രപരമായ വിവാഹത്തിൽ അതൊരിക്കലും ഉണ്ടാവുകയില്ല എന്നതാണ്. അങ്ങനെ കുടുംബജീവിതത്തെ ഭദ്രമാക്കും. അപ്പോൾ നമുക്ക് ദൈവവിശ്വാസത്തിലൂടെ, നാനാജീവിതത്തിലെ വിശ്വാസത്തിലൂടെ, പ്രവാചകന്മാരെ കുറിച്ച ബോധ്യത്തിലൂടെ ഭൂമിയിൽ ലഭിക്കേണ്ടത് ശാന്തമായ മനസ്സ്, വിശുദ്ധമായ വ്യക്തിജീവിതം, ഭദ്രമായ കുടുംബജീവൻ, പിന്നെ സമാധാനമുള്ള സമൂഹം, ക്ഷേമമുള്ള രാഷ്ട്രം, പ്രശാന്തമായ ലോകം. ആ വർഷം എന്റെ ബഹുമാന്യനായ സഹോദരൻ ടി.കെ. ഫറൂഖ് സാഹിബ് നിങ്ങളോട് വിശദീകരിക്കുന്നു. മരണശേഷം നമുക്ക് ലഭിക്കേണ്ടത് ഭൂമിയിലെ നമ്മുടെ കർമ്മങ്ങളുടെ ഫലമായിരിക്കും. ആ ഫലമായി ലഭിക്കേണ്ടത് സന്തോഷകരമായ, സംതൃപ്തമായ, ശാശ്വതമായ സ്വർഗജീവിതമാണ്. പ്രപഞ്ചനാഥനായ ദൈവം, ദയാമയനായ അല്ലാഹു നമുക്കേവർക്കും ശാന്തമായ മനസ്സും വിശുദ്ധമായ വ്യക്തിജീവവും ആരോഗ്യമുള്ള ശരീരവും
ഭദ്രമായ കുടുംബജീവിതവും സമാധാനമുള്ള സമൂഹവും ക്ഷേമമുള്ള രാഷ്ട്രവും പ്രശാന്തമായ ലോകവും സർവോപരി ദൈവത്തിന്റെ പ്രീതിയും അവന്റെ പ്രതിഫലമായ മരണാനന്തര ജീവിത വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾക്കേവർക്കും ദൈവത്തിന്റെ രക്ഷാ സമാധാന പ്രാർത്ഥന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ കവിതയുടെ പേര് ഖുർആൻ സുഹൃതികളുടെ വഴികാട്ടി. നമ്മുടെ ഈ വേദഗ്രന്ഥം നമ്മുടെ എന്ന് ഞാൻ അടിവരയിട്ടാണ് പറയുന്നത്. ഇത് മനുഷ്യർക്കുള്ള വേദഗ്രന്ഥമാണ്. ദൈവം തമ്പുരാൻ മനുഷ്യർ എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന വേദഗ്രന്ഥമാണ്. മനുഷ്യരോടാണ് ഈ വേദഗ്രന്ഥം പറയുന്നത്, ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോടല്ല. ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുന്നിൽ നിന്ന് നോക്കിക്കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ രൂപം കൊണ്ട വരികളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. സുഹൃതികളുടെ വഴികാട്ടി. പാരിൽ പ്രകാശമായി നേരിന്റെ ദീപമായി സർവാധിനാഥനിൽ നവതീർണമായി ഇത്. പാരിൽ പ്രകാശമായി നേരിന്റെ ദീപമായി സർവാധിനാഥനിൽ നവതീർണമായി സന്തോഷവാർത്തയും സാരോപദേശവും ഏറെ തികഞ്ഞൊരു വേദഗ്രന്ഥം ഇത്. സന്തോഷവാർത്തയും സാരോപദേശവും ഏറെ തികഞ്ഞൊരു വേദഗ്രന്ഥം ഇത്. പൂർവവേദങ്ങളും പുണ്യപ്രവാചകരും സത്യമെന്നോതുന്നു ഈ മഹദ്ഗ്രന്ഥം. പൂർവവേദങ്ങളും പുണ്യപ്രവാചകരും സത്യമെന്നോതുന്നു ഈ മഹദ്ഗ്രന്ഥം. സർവം ഗ്രഹിക്കുകയും നന്മ കൈക്കൊള്ളുകയും സർവം ഗ്രഹിക്കുകയും നന്മ കൈക്കൊള്ളുകയും ചെയ്യുവോരെത്രേ ബുദ്ധിപ്രഭാവകർ. സർവം ഗ്രഹിക്കുകയും നന്മ കൈക്കൊള്ളുകയും ചെയ്യുവോരെത്രേ ബുദ്ധിപ്രഭാവകർ. നന്മയിൽ വർത്തിക്കും മർത്യർക്കു വഴികാട്ടി നന്മയില്ലാത്തോർക്കു താക്കീതുമായി എത്തി. നന്മയിൽ വർത്തിക്കും മർത്യർക്കു വഴികാട്ടി നന്മയില്ലാത്തോർക്കു താക്കീതുമായി എത്തി. ഇന്നലെയും ഇന്നും നാളെയും അറിയുന്ന നാഥന്റെ അറിവിന്റെ ഭാഗമീ ഗ്രന്ഥം. ഇന്നലെയും ഇന്നും നാളെയും അറിയുന്ന നാഥന്റെ അറിവിന്റെ ഭാഗമീ ഗ്രന്ഥം. കാലങ്ങൾ ഏറെ കടന്നു വന്നു ഇത് കൽപ്പുറ്റ ജനതയെ വാർത്തെടുത്തു. കാലങ്ങൾ ഏറെ കടന്നു വന്നു ഇത് കൽപ്പുറ്റ ജനതയെ വാർത്തെടുത്തു. കാലാന്തരങ്ങളിൽ വെട്ടം ചൊരിഞ്ഞിടും കാലങ്ങൾക്കെല്ലാം അതീതമായി തീർന്നിടും. കാലാന്തരങ്ങളിൽ വെട്ടം ചൊരിഞ്ഞിടും കാലങ്ങൾക്കെല്ലാം അതീതമായി തീർന്നിടും. കേൾക്കാൻ കൗതുകം സത്യോപദേശങ്ങൾ കാതോർത്തു കേൾക്കുകിൽ വാരിപ്പുണർന്നിടും. കേൾക്കാൻ കൗതുകം സത്യോപദേശങ്ങൾ കാതോർത്തു കേൾക്കുകിൽ വാരിപ്പുണർന്നിടും. ഏകനാം ദൈവത്തിൻ സൃഷ്ടികൾ സർവരും ഏകമാതാപിതാ മക്കളെന്നോതുന്നു. ഏകനാം ദൈവത്തിൻ സൃഷ്ടികൾ സർവരും ഏകമാതാപിതാ മക്കളെന്നോതുന്നു. വർണ്ണവും വർഗവും കുലജാതി മഹിമയും ഒന്നുമേ ദൈവത്തിൻ മുന്നിലെത്തുന്നില്ല. വർണ്ണവും വർഗവും കുലജാതി മഹിമയും ഒന്നുമേ ദൈവത്തിൻ മുന്നിലെത്തുന്നില്ല. നന്മയിൽ മുന്നേറും ജനമേതുമാകട്ടെ ദൈവസ്നേഹത്താൽ വളർത്തിയിടുമേ തീർച്ച. നന്മയിൽ മുന്നേറും ജനമേതുമാകട്ടെ ദൈവസ്നേഹത്താൽ വളർത്തിയിടുമേ തീർച്ച. അറിവിന്റെ സാഗരം ആത്മാവിൽ കുളിരേകും അറിയുകിൽ ആരും വാരിപ്പുണർന്നിടും. അറിവിന്റെ സാഗരം ആത്മാവിൽ കുളിരേകും അറിയുകിൽ ആരും വാരിപ്പുണർന്നിടും. സ്നേഹസ്വരൂപനാം ദൈവം മനുഷ്യന് സ്വർഗീയ പാത നിവർത്തിയതു വഴി.
സ്നേഹസ്വരൂപനാം ദൈവം മനുഷ്യന് സ്വർഗീയ പാത നിവർത്തിയതു വഴി